ഒരു നിമിഷം പോലും വിശ്രമമില്ലാതെ നിരന്തരം വട്ടത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന 3 സൂചികൾ. ഒരെണ്ണം ചെറുത്, ഒരെണ്ണം വലുത്, കനം കുറഞ്ഞ മറ്റൊന്ന്. ഈ സൂചികൾക്ക് നമ്മുടെ ജീവിതങ്ങളിലുള്ള പ്രാധാന്യം എത്രയാണ് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതറിയണമെങ്കിൽ ഇത് 3 ഓട്ടം നിർത്തിയാൽ എന്തുണ്ടാകും എന്നോർക്കണം. ഈ ലോകത്തുള്ള സകല വാച്ചുകളും ക്ലോക്കുകളും സമസ്ത സമയമാപിനികളും ഒന്നിച്ചങ്ങ് കേടായിപ്പോയാൽ എന്തുണ്ടാകും എന്നറിയാമോ? അതെന്തൊരു വലിയ ആശയക്കുഴപ്പത്തിലേക്കാണ് ഈ ലോകത്തെ തള്ളിവിടുക. തീവണ്ടികൾ കൂട്ടിയിടിക്കും, കപ്പലുകൾക്ക് സമുദ്രങ്ങളിൽ വഴി പിഴയ്ക്കും, ഫാക്ടറികൾ അടച്ചു പൂട്ടേണ്ടി വരും, സ്കൂളുകൾ, കോളേജുകൾ, നിയമസഭ, പാർലമെന്റ്, സർക്കാർ ഓഫീസുകൾ, കോടതികൾ, പോലീസ് സ്റ്റേഷനുകൾ, ആശുപത്രികൾ, സിനിമാ കൊട്ടകകൾ, ഷോപ്പിംഗ് മാളുകൾ, പാർക്കുകൾ, സ്റ്റേഡിയങ്ങൾ എന്നുവേണ്ട എല്ലായിടത്തും സമയം തെറ്റും. എന്തിനധികം പറയുന്നു, നമ്മുടെ വീട്ടിലേക്കുള്ള അതിഥികളുടെ വിരുന്നു വരവുകൾ വരെ അവതാളത്തിലാകും. ഈ ലോകത്ത് കൃത്യമായി പ്രവർത്തിക്കുന്ന ക്ലോക്കുകൾ ഒരെണ്ണം പോലും ഇല്ലെങ്കിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ വേറെയും ഇഷ്ടം പോലെ നമുക്ക് സങ്കല്പിച്ചെടുക്കാനാവും. അപ്പോൾ പിന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ഒരൊറ്റ ഘടികാരം പോലും പ്രവർത്തിച്ചിരുന്നില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മണിയടിക്കുന്ന പെൻഡുലം ക്ലോക്കോ സ്പ്രിങ്ങിൽ പ്രവർത്തിക്കുന്ന ക്ലോക്കോ ഡിജിറ്റൽ അനലോഗ് വാച്ചുകളോ ഒന്നും ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. ഘടികാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭൂമിയിലെ മനുഷ്യന്റെ ജീവിതത്തിന് അടുക്കും ചിട്ടയും വരണമെങ്കിൽ സമയത്തെ വിഭജിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവൻ അതെന്നും സാധിച്ചു പോന്നിട്ടുമുണ്ട്. ഈ ലക്കം വല്ലാത്തൊരു കഥ പറയുന്നത് സമയത്തിൻ്റെ തത്വശാസ്ത്രപരമായിട്ടുള്ള ചരിത്രമല്ല, സമയത്തെ അളക്കാനും വിഭജിക്കാനും ഏകീകരിക്കാനും വേണ്ടി മനുഷ്യൻ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളുടെ ചരിത്രമാണ്. സമയത്തെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി ചരിത്രാതീത കാലം തൊട്ടിങ്ങോട്ട് മനുഷ്യൻ നടത്തിയിട്ടുള്ള അശ്രാന്ത പരിശ്രമങ്ങളുടെ കഥ. മണൽ ഘടികാരങ്ങളിൽ തുടങ്ങി അറ്റോമിക് ക്ലോക്കുകളിൽ എത്തി നിൽക്കുന്ന നമ്മുടെ സമയമാപിനി വിദ്യകൾ ഇതിനകം ആർജിച്ചു കഴിഞ്ഞിട്ടുള്ള അവിശ്വസനീയമായ സാങ്കേതിക വളർച്ചയുടെ കഥ, അത് വല്ലാത്തൊരു കഥയാണ്. ഒരുപക്ഷെ നമുക്ക് ഏറ്റവും പരിചിതമായ ശബ്ദങ്ങളിലൊന്ന് ടിക്ടോക്ക് എന്നതാകും. എത്ര ആളൊഴിഞ്ഞ മുറികളിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിലും ആ നിശബ്ദത പശ്ചാത്തലത്തിലും ഏറിയും കുറഞ്ഞുമുള്ള തീവ്രതയിൽ ചുരുങ്ങിയത് നമ്മുടെ കൈത്തണ്ടയിൽ മിടിക്കുന്ന വാച്ചിൽ നിന്നെങ്കിലും ഈ ഒച്ച നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ്. പ്രപഞ്ചത്തിൻ്റെ ഓരോ മിടിപ്പിലും കാലത്തിൻ്റെ അനന്ത പ്രവാഹമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളെയും ഡോമിനേറ്റ് ചെയ്തു നിൽക്കുന്നത് സമയമാണ്. ഉറങ്ങുന്നതിനും എഴുന്നേൽക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും യാത്ര ചെയ്യുന്നതിനും വിതയ്ക്കുന്നതിനും കൊയ്യുന്നതിനും ഇണചേരുന്നതിനും തീവണ്ടികൾ വരുന്നതിനും അധികാരികൾ സിംഹാസനത്തിലേറുന്നതിനുമൊക്കെ അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സമയത്തിന് അങ്ങനെ കൃത്യവും സമഗ്രവുമായിട്ടുള്ള നിർവചനം നൽകുക എളുപ്പമല്ല. പുരാതന റോമിലെ പ്രസിദ്ധ കവി ഓവിഡ് സമയത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് ടെമ്പസ് ഇഡാക്സ് റെയറം, അഥവാ സമയം എല്ലാത്തിനെയും വിഴുങ്ങുന്നത് എന്നാണ്. 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചിന്തകനായ സാമുവൽ ജോൺസൺ 1755 പുറത്തിറക്കിയ എ ഡിക്ഷണറി ഓഫ് ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന പുസ്തകത്തിൽ സമയത്തെ നിർവചിച്ചത് ദ മെഷർ ഓഫ് ഡ്യൂറേഷൻ എന്നും സ്പേസ് ഓഫ് ഡ്യൂറേഷൻ എന്നുമാണ്. മിൽട്ടണും യങ്ങും ബൈറനും അടക്കമുള്ള നിരവധി കവികൾ അവരുടെ കവിതകളിൽ സമയത്തെ താത്വിക ബുദ്ധിയോടുകൂടി സമീപിച്ചിട്ടുണ്ട്. കൺകുറർ ഓഫ് ദ കൺകുറേഴ്സ്, ലോർഡ് ഓഫ് ഡിസൊലേഷൻ എന്നിങ്ങനെ പല ചെല്ലപ്പേരുകളും സമയത്തിന് കിട്ടിയിട്ടുമുണ്ട്. ഷേക്സ്പിയറിന്റെ ദ കോമഡി ഓഫ് എറേഴ്സിൽ സിറക്യൂസിലെ ഡ്രോമിയോ സമയത്തെക്കുറിച്ച് പറയുന്നത് ഹി ഈസ് എ തീഫ് ടു ഹാവ് യു നോട്ട് ഹേർഡ് മെൻ സേ ദാറ്റ് ടൈം കംസ് സ്റ്റീലിംഗ് ഓൺ ബൈ നൈറ്റ് ആൻഡ് ഡേ എന്നാണ്. അതായത് നമ്മുടെ രാത്രികളും പകലുകളും കട്ടെടുത്തോടുന്ന ഒരു മോഷ്ടാവാണ് സമയമെന്ന്. സമയത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രസിദ്ധമായ അഫോറിസം ടൈം ഇസ് മണി എന്നതാണെങ്കിലും അതിനെയും സമയത്തിൻ്റെ ഒരു നിർവചനമെന്ന് കൂട്ടാനാവില്ല. ഗുഹാജീവിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫോർമൽ ക്ലോക്ക് ടൈം അറിഞ്ഞിരിക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല. മൃഗങ്ങളെ വേട്ടയാടിപ്പിടിച്ചും കായികനികൾ ശേഖരിച്ചും ആഹാരം കഴിച്ചും പ്രത്യുൽപാദനം നടത്തിയും ജീവിച്ചിരുന്ന അവൻ അനന്തമായി ഒഴുകുന്ന കാലത്തെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെട്ടതേയില്ല. കാലം വരെ കഴിഞ്ഞപ്പോൾ സമയം കണക്കാക്കേണ്ട ആവശ്യം പതുക്കെ മനുഷ്യൻ നേരിടാൻ തുടങ്ങി. ഉദാഹരണത്തിന് ഇര തേടി ഇറങ്ങുമ്പോൾ എത്ര അകലേക്ക് പോയാൽ ഇരുട്ടു മുമ്പ് തിരികെ ഗുഹയുടെ സുരക്ഷിതത്വത്തിലേക്ക് മടങ്ങിയെത്താനാകുമെന്നത് അവൻ കണക്കുകൂട്ടിയേ മതിയാകുമായിരുന്നുള്ളൂ. അവൻ്റെ ആയുർദൈർഘ്യം പോലും ആ കാൽക്കുലേഷന്റെ കൃത്യതയെ ആശ്രയിച്ചാണ് ഇരുന്നത്. കാരണം ഇരുൾ വീണ ശേഷം കാട്ടിനുള്ളിൽ ഒറ്റയ്ക്ക് പെട്ടുപോയാൽ വേട്ടക്കാരിൽ നിന്ന് അവൻ്റെ റോൾ കാട്ടിലെ ഹിംസ്ര ജന്തുക്കളുടെ ഇര എന്നതായിട്ട് മാറും. ചക്രവാളത്തിൻ്റെ ഒരു അറ്റത്തു നിന്ന് മറ്റൊരറ്റത്തേക്ക് ചലിച്ചുകൊണ്ടിരുന്ന സൂര്യനാണ് പകലിൻ്റെയും രാത്രിയുടെയും ഉത്തരവാദി എന്ന് അവൻ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കി. ആകാശത്തിൽ സൂര്യൻ്റെ സ്ഥാനം നോക്കി മനുഷ്യൻ ഏകദേശ സമയം കണക്കാക്കാനും തുടങ്ങി. മരത്തണലിൽ വെയിൽ കാഞ്ഞിരുന്ന ഗുഹാമനുഷ്യൻ ആദ്യമാദ്യം ചുറ്റുമുള്ള വസ്തുക്കളുടെ നിഴലിനെ നിരീക്ഷിച്ചത് വെറും കൗതുകത്തിൻ്റെ പുറത്തു മാത്രമായിരുന്നു. ന്യൂലിത്തിക് പീരീഡിലെ യൂറോപ്യൻ സമൂഹങ്ങളിൽപ്പെട്ടവർ ആകാശത്തുകൂടിയുള്ള സൂര്യൻ്റെ നിത്യേനയുള്ള പ്രയാണത്തെ കുറെ കൂടി ഗവേഷണ ബുദ്ധിയ വർഷം മുഴുക്കെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. കിഴക്കേ ചക്രവാളത്തിൽ രാവിലെ ഉദിച്ചു വരുന്ന സൂര്യൻ ഏതാണ്ട് ഉച്ചയുടെ തലയുടെ മുകളിൽ മനുഷ്യനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന ഏറ്റവും ഉയരത്തിലുള്ള പൊസിഷനിൽ വന്നെത്തും. വൈകുന്നേരമാകുമ്പോൾ അത് പടിഞ്ഞാറേ ചക്രവാളത്തിൽ ചെന്ന് അസ്തമിക്കുകയും ചെയ്യും. സൂര്യൻ്റെ സ്ഥാനത്തിനനുസരിച്ച് വസ്തുക്കളുടെ നിഴലിൻ്റെ നീളത്തിന് മാറ്റം സംഭവിക്കുന്നുണ്ട് എന്നവർ മനസ്സിലാക്കിയത്
കണ്ടെത്തിയത് വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു. നട്ടുച്ചയ്ക്ക്, അതായത് സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ എത്തി നിൽക്കുന്ന സമയത്ത് നിഴലിൻ്റെ നീളം ഏറ്റവും കുറവായിരിക്കുമെന്നും രാവിലെയും വൈകുന്നേരങ്ങളിലും നീളം കൂടിയിരിക്കുമെന്നും അവർ മനസ്സിലാക്കി. ഈ നീളങ്ങൾ വർദ്ധിക്കുന്നതും കുറയുന്നതും ഒരേ ക്രമത്തിലാണ് എന്നും അവർ അധികം വൈകാതെ തിരിച്ചറിഞ്ഞു. ഇതിങ്ങനെ തുടർച്ചയായിട്ട് നിരീക്ഷിക്കുന്ന ഇവർക്ക് ഈ ഉദയാസ്തമന പ്രയാണങ്ങളിലും അതാത് സമയത്തെ നിഴലുകളുടെ നീളത്തിലുമൊക്കെ ഒരു വാർഷിക പാറ്റേൺ കണ്ടെത്താൻ സാധിച്ചതാണ് ഇതിനെ സമയനിർണ്ണയവുമായിട്ട് ബന്ധിപ്പിക്കുന്നതിലേക്ക് നയിച്ചത്. സമയമാപിനി എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പൽചക്രങ്ങളും മെക്കാനിക്കൽ ക്ലോക്കുകളുടെ ശബ്ദവും ഒക്കെ ആയിരിക്കും. എന്നാൽ നിക്കോളാസ് ഫോക്സ് തൻ്റെ പ്രസിദ്ധമായ ടൈം ടൈംഡ് എന്ന പുസ്തകത്തിൽ പറയുന്നത് യന്ത്രങ്ങൾ കണ്ടുപിടിക്കുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ നക്ഷത്രങ്ങളുടെയും പ്രപഞ്ചത്തിൻ്റെയും ചലനങ്ങൾ മനുഷ്യൻ എല്ലുകളിലും പാറകളിലുമൊക്കെ രേഖപ്പെടുത്തി തുടങ്ങിയിരുന്നു എന്നാണ്. സ്കോട്ട്ലൻഡിലെ പ്രാചീന ലൂണർ കലണ്ടറുകളും ശിലായുഗത്തിലെ ഇഷാങ്കോ അസ്ഥിയുമൊക്കെ ഇതിന് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. BC 3000 പണിതീർക്കപ്പെട്ട സ്റ്റോൺഹെഞ്ച് പോലെയുള്ള പടുകുറ്റൻ ശിലാസ്മാരകങ്ങളും സമയമറിയാനുള്ള മനുഷ്യന്റെ ശ്രമങ്ങൾക്കുള്ള ആദ്യകാല ഉദാഹരണങ്ങളാണ്. BC 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് എഴുത്തുകാരനായ അരിസ്റ്റോഫെൻസ് 2400 കൊല്ലം മുമ്പ് എഴുതിയ ഒരു കോമഡിയിൽ നിഴലളന്നുകൊണ്ടുള്ള സമയനിർണ്ണയത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അതിൽ പ്രാക്സഗോറ എന്ന അധിനിയ വനിത തൻ്റെ ഭർത്താവായ ബ്ലെഫിറോസിനോട് പറയുന്നത്, നിഴലിന് 10 അടി നീളം വയ്ക്കുമ്പോൾ ദേഹത്ത് സുഗന്ധദ്രവ്യങ്ങളും പൂശി നീ എൻ്റെ അടുത്ത് വരണമെന്നാണ്. ഈ ദമ്പതികൾ കഴിഞ്ഞിരുന്നിടത്ത് നിന്ന് അധികം ദൂരെയല്ലാതെ ഗ്രീക്ക് ഭാഷയിൽ നോമോൺ എന്നറിയപ്പെട്ടിരുന്ന നല്ല ഉയരമുള്ള ഒരു സ്തൂപമുണ്ട്. നല്ല വെയിലുള്ള ദിവസങ്ങളിൽ ഈ സ്തൂപം അതിന് ചുറ്റുമുള്ള നിലത്ത് നിഴൽ വീഴ്ത്തും. സമയം അളക്കാൻ വേണ്ടി അന്നത്തെ ഗ്രീക്കുകാർ ചെയ്തിരുന്നത് ഈ നിഴലിൻ്റെ മേലെ അടിവെച്ച് നടന്ന് അതിൻ്റെ നീളം അളക്കുകയാണ്. പക്ഷേ ഇങ്ങനെ സമയം അളക്കുന്നതിന് ഒരു കുഴപ്പമുണ്ടായിരുന്നു. ആകാശം മേഘാവൃതമായാൽ പിന്നെ അത് പ്രവർത്തിക്കില്ല. മഴ പെയ്യുന്ന ദിവസങ്ങളിലും സമയം അറിയാൻ യാതൊരു നിവൃത്തിയുമില്ല. എന്നു മാത്രമല്ല ഈ സ്തൂപം സ്റ്റേഷനറിയാണ്. ഒരു യാത്ര പുറപ്പെട്ടു പോകുന്ന അവസരത്തിൽ അതിനെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഈ ഒരു പോർട്ടബിലിറ്റി ഇഷ്യൂവിന് ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ കണ്ടെത്തുന്നത് ഇന്ത്യയിലെ സന്യാസിമാരാണ്. അതൊരു ഊന്നുവടിയായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന ഊന്നുവടികൾ പോലെ അത് ഉരുണ്ടിട്ടല്ലായിരുന്നു. അതിൻ്റെ ആകാരം അഷ്ടഭുജാകൃതിയിലായിരുന്നു. മുകളിലെ ഈ 8 വശങ്ങളിലും ഓരോ ചെറിയ ദ്വാരം വീതമുണ്ടായിരുന്നു. ഈ ദ്വാരത്തിലൂടെ വടിക്ക് കുറുകെ ഒരു കുറ്റി തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു. സമയം അറിയണമെന്ന് തോന്നുമ്പോൾ സന്യാസി ഈ വടിയുടെ മുകളറ്റത്ത് പിടിപ്പിച്ച കയറിൽ തൂക്കി അതിനെ വെയിലത്ത് ലംബമായി പിടിക്കും. വെയിൽ ഈ കുറ്റിക്ക് മുകളിൽ അടിച്ച് അതിൻ്റെ നിഴൽ വടിയുടെ അഷ്ടഭുജങ്ങളിൽ ഒന്നിൽ വന്നു വീഴും. ഈ ഭുജങ്ങളിൽ ഏകദേശ സമയം സൂചിപ്പിക്കുന്ന വരകൾ കൊത്തിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിലത്തെ നിഴൽ അളന്ന് ബുദ്ധിമുട്ടേണ്ടതില്ല. പക്ഷെ ഒരു ചോദ്യമുള്ളത്, എന്തിനാണ് ഈ 8 വശങ്ങൾ എന്നതാണ്. വർഷത്തിലെ എല്ലാ സീസണിലും സൂര്യൻ്റെ സഞ്ചാരപഥം ഒരുപോലെ ആയിരിക്കില്ല. അതുകൊണ്ട് ഒരു മാസം നിഴൽ വീഴുന്ന കണക്കിനാകില്ല അടുത്ത മാസം അതേ സമയത്ത് നിഴൽ വീഴുക. ഇതിൻ്റെ ഒരു കാലിബ്രേഷനാണ് 8 വശങ്ങളിലും 8 മാസങ്ങൾക്ക് കണക്കാക്കി വ്യത്യസ്ത അടയാളങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളിന്ന് ഏറെ സ്വാഭാവികമായി ലോകത്തിൻ്റെ ഓരോ കോണിലും ഭാഷാഭേദമന്യേ എടുത്ത് ഉപയോഗിക്കുന്ന മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ് എന്നൊക്കെയുള്ള സമയത്തിൻ്റെ യൂണിറ്റുകൾ നമ്മുടെ പൂർവികർ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ടാണ് 24 മണിക്കൂർ ഒരു ദിവസത്തിലുള്ളത്? എന്തുകൊണ്ട് 25 മണിക്കൂറല്ല? എന്തുകൊണ്ടാണ് 60 മിനിറ്റ് ഒരു മണിക്കൂറിലുള്ളത്? എന്തുകൊണ്ട് 100 മിനിറ്റ് അല്ല? അതുപോലെ എന്തുകൊണ്ടാണ് 60 സെക്കൻഡ് ഒരു മിനിറ്റിൽ? എന്തുകൊണ്ട് അതിൽ കൂടുതലോ കുറവോ അല്ല? സമയത്തെ അളക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഈ യൂണിറ്റുകളൊന്നും ഒരു സംസ്കാരവും ഒരു ദിവസം കൊണ്ടുണ്ടാക്കി ഈ ലോകത്തെ പഠിപ്പിച്ചെടുത്തതല്ല. ഇന്ന് നമ്മൾ കാണുന്ന സമയമാപിനികളും 1-2 വ്യക്തികളുടെ കണ്ടുപിടുത്തങ്ങളുമല്ല. അവ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ പ്രയാണപഥങ്ങൾ വർഷങ്ങളോളം നിരീക്ഷിച്ച് നിരവധി പ്രതിപാദനരായിട്ടുള്ള ഗവേഷകർ നടത്തിയിട്ടുള്ള 10,000 വർഷം നീണ്ടു നിന്നിട്ടുള്ള പഠനങ്ങളുടെ ഫലമാണ്. പുരാതന ഈജിപ്തുകാർ പകലിനെയും രാത്രിയും 12 ഖണ്ഡങ്ങളായിട്ട് വിഭജിച്ചിരുന്നു. രാത്രിയിലെ ഈ വിഭജനം ആകാശത്ത് ക്രമമായി പ്രത്യക്ഷപ്പെട്ടിരുന്ന ഡെക്കാൻ നക്ഷത്രങ്ങളുടെ നിരീക്ഷണവുമായി ബന്ധപ്പെട്ടാണ് വികസിച്ചത്. കയ്യിലെ തള്ളവിരൽ കൊണ്ട് വിരലുകളിലെ 12 അസ്ഥിഖണ്ഡങ്ങൾ എണ്ണുന്ന 12-ാധിഷ്ഠിത സമ്പ്രദായം ഇതിന് പിന്നിലുണ്ടായിരുന്നിരിക്കാം എന്നൊരു വിശദീകരണവും നിലവിലുണ്ട്. എന്നാൽ അത് ഉറപ്പിക്കപ്പെട്ട ചരിത്ര വസ്തുതയൊന്നുമല്ല. എന്നാൽ ഈജിപ്തുകാരുടെ മണിക്കൂറുകൾ ഇന്നത്തേതുപോലെ വർഷം മുഴുവനും ഒരേ ദൈർഘ്യമുള്ളതായിരുന്നില്ല. പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം മാറുന്നതിനനുസരിച്ച് ഈ മണിക്കൂറുകളുടെ ദൈർഘ്യവും മാറിയിരുന്നു. അവരതിനെ സീസണൽ അവേഴ്സ് അഥവാ ടെമ്പറൽ അവേഴ്സ് എന്നാണ് വിളിച്ചിരുന്നത്. നമ്മൾ ഇന്ന് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഫിക്സഡ് അവേഴ്സ് സങ്കല്പം ഉരുത്തിരിഞ്ഞു വരുന്നത് ഈജിപ്തിലെ മരുഭൂമികളിലല്ല, അത് മെസൊപ്പൊട്ടേമിയയിലാണ്. അതായത് ഇന്ന് ഇറാഖ് എന്ന് ഭൂപടത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആ ഭൂപ്രദേശം. ഗണിതത്തിലും ശാസ്ത്രത്തിലുമൊക്കെ കാര്യമായ സംഭാവനകൾ നൽകിയ ആധുനിക സംസ്കാരങ്ങളിൽ പലതിൻ്റെയും ഈറ്റില്ലമായിരുന്ന പ്രദേശം. ചക്രങ്ങളും കലപ്പകളും ഇറിഗേഷൻ കനാലുകളും മറ്റും ആദ്യമായിട്ട് വികസിപ്പിച്ചെടുക്കുന്നത് ഇവിടുത്തുകാരായിട്ടുള്ള സുമേറിയൻസ് ആണ്. പ്രതികൂല പ്രകൃതിയോടും മറ്റു മൃഗങ്ങളോടും മല്ലിട്ടുകൊണ്ടുള്ള അതിജീവനം എന്നതിലുപരി മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റിയ റൈറ്റിംഗ്, അക്കൗണ്ടിങ്, റേഷനിങ്, കലണ്ടറുകൾ, നിയമവ്യവസ്ഥ, ഗണിതം എന്നിങ്ങനെ പലതും വികസിച്ചു വരുന്നതും ഇവിടെ തന്നെയാണ്. ഗണിതത്തിൽ ഇവർ കൈവരിച്ച നേട്ടങ്ങൾ ചില്ലറയല്ല.
1 മുതൽ 10 വരെയുള്ള കൗണ്ടിംഗ് സിസ്റ്റം, ഗുണനം, സ്ക്വയർ റൂട്ട്സ്, റെസിപ്രോക്കലുകൾ എന്നിവ പലതും കണ്ടെത്തിയ സുമേറിയൻസ് തന്നെയാണ് സെക്സാഡെസിമൽ കൗണ്ടിംഗ് അഥവാ ബേസ് 60 കൗണ്ടിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. മെസോപ്പൊട്ടേമിയക്കാർ എന്തുകൊണ്ടാണ് ഈ 60 എന്ന സംഖ്യ ഇതിനായി തിരഞ്ഞെടുത്തതെന്ന് ആലോചിച്ചാൽ അതിനും കൃത്യമായിട്ടുള്ള ചില ന്യായങ്ങളുണ്ട്. ഗണിതശാസ്ത്രത്തിൽ 60 എന്നത് ഒരു മാന്ത്രിക സംഖ്യയാണ്. 1, 2, 3, 4, 5, 6 എന്നീ ആദ്യത്തെ 6 അക്കങ്ങൾ കൊണ്ടും പിന്നെ 10, 12, 15, 20, 30 എന്നീ സംഖ്യകൾ കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 60. മറ്റൊരു നമ്പർ എടുക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് നമ്മൾ 10 എന്ന സംഖ്യ എടുത്താൽ അതിനെ പകുതിയാക്കാൻ എളുപ്പമാണ്. പക്ഷേ 3 ആയിട്ട് വിഭജിച്ചാൽ അത് 3.33 എന്നൊരു സങ്കീർണമായ ഭിന്നസംഖ്യയിലേക്ക് പോകും. എന്നാൽ 60 അങ്ങനെയല്ല. ഭിന്നസംഖ്യകളുടെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പകുതിയായും 3/1 4/1 ഒക്കെ കണക്കാക്കാൻ വളരെ എളുപ്പത്തിൽ സാധിച്ചിരുന്നു എന്നതാണ് മണിക്കൂറിൻ്റെയും മിനിറ്റിൻ്റെയും ഉപവിഭജനം 60 എന്ന നമ്പറിലേക്ക് എത്തിച്ചേരാനുള്ള പ്രധാന കാരണം. എന്തായാലും മണിക്കൂറിനെ 60 മിനിറ്റായും മിനിറ്റിനെ 60 സെക്കൻഡായും വിഭജിച്ച രീതിയുടെ ചരിത്ര പശ്ചാത്തലം ഈ മെസോപ്പൊട്ടേമിയൻ 60 അധിഷ്ഠിത ഗണിത സമ്പ്രദായത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഈ സങ്കല്പങ്ങളുടെയൊക്കെ ബലത്തിലാണ് മനുഷ്യൻ വിവിധ തരത്തിലുള്ള സമയമാപിനികൾ കണ്ടുപിടിക്കുന്നത്. ദ ആർട്ട് ഓഫ് ക്രാഫ്റ്റിംഗ് ടൈം കീപ്പിംഗ് ഇൻസ്ട്രുമെന്റ്സ് അറിയപ്പെടുന്നത് ഹോറോളജി എന്നാണ്. ഗ്രീക്ക് ഭാഷയിൽ സമയം അഥവാ മണിക്കൂർ എന്നൊക്കെ അർത്ഥമുള്ള ഹോറ, പഠനം എന്നർത്ഥമുള്ള ലോജിയ എന്നീ വാക്കുകൾ ചേർന്നാണ് ഹോറോളജി എന്ന ഈ വാക്കുണ്ടായിട്ടുള്ളത്. ഹോറോളജിയുടെ ടൈം ലൈനെ നമുക്ക് പ്രധാനമായും 4 തിരിക്കാം. 1 പൗരാണിക യുഗം. ഈ കാലഘട്ടത്തിലാണ് മനുഷ്യൻ സൂര്യഘടികാരങ്ങളും ജലഘടികാരങ്ങളും കാൻഡിൽ ക്ലോക്കുകളും മണൽ നിറച്ച അവർ ഗ്ലാസുകളും ഒക്കെ ഉപയോഗിച്ച് സമയം കണക്കാക്കിയിരുന്നത്. രണ്ടാമത്തെ കാലഘട്ടം അറിയപ്പെടുന്നത് മെക്കാനിക്കൽ യുഗം എന്നാണ്. ഇത് ആരംഭിക്കുന്നത് മെക്കാനിക്കൽ ക്ലോക്കുകൾ കണ്ടുപിടിക്കപ്പെട്ട 14-ാം നൂറ്റാണ്ടിലാണ്. 1656 പെൻഡുലം ക്ലോക്കിൻ്റെ ആവിർഭാവം ഉണ്ടാകുന്നതും ഇതേ കാലഘട്ടത്തിലാണ്. മൂന്നാമത്തെ കാലഘട്ടം അറിയപ്പെടുന്നത് മറീൻ ക്രോണോമെട്രി യുഗം എന്നാണ്. ഇത് കടലിൽ യാത്ര ചെയ്യുമ്പോൾ സമയം അളക്കുന്നതിലുണ്ടായിരുന്ന ലോഞ്ചിറ്റ്യൂഡ് പ്രോബ്ലം പരിഹരിച്ചുകൊണ്ടുള്ള പോർട്ടബിൾ മറീൻ ക്രോണോമീറ്ററുകളുടെ ആവിർഭാവം ഉണ്ടായ കാലമാണ്. ഏറ്റവും ഒടുവിലത്തേത് സമീപ ഭൂതകാലത്തെ സൂചിപ്പിക്കുന്ന ആധുനിക യുഗമാണ്. അത് കോട്സ് ഓസിലേറ്ററുകളിൽ തുടങ്ങി അൾട്രാ പ്രിസിഷൻ അറ്റോമിക് ക്ലോക്കുകൾ വരെ എത്തി നിൽക്കുന്ന ഏറ്റവും പുതിയ കാലമാണ്. ഈ കാലഘട്ടങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ആദ്യഘട്ടത്തിൽ നിഴലിൻ്റെ നീളം ഏകദേശം നോക്കി സമയം കണക്കാക്കിയിരുന്ന മനുഷ്യൻ പിന്നീട് കുറെ കൂടി കൃത്യതയുള്ള സൂര്യഘടികാരങ്ങളിലേക്ക് എത്തുന്നതോടെയാണ് സമയമാപിനികളുടെ ചരിത്രത്തിലെ പൗരാണിക യുഗം ആരംഭിക്കുന്നത്. ബാബിലോണിൽ നിന്ന് ഗ്രീസിലേക്ക് എത്തിയ സൂര്യഘടികാരങ്ങളുടെ ഡിസൈനുകളാണ് ക്ലോക്കിൻ്റെ ഫേസ് അല്ലെങ്കിൽ ഡയൽ പ്ലേറ്റ് എന്ന സംഗതി ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇന്നത്തെ ക്ലോക്കുകളിലുള്ള ഒരു സംഗതി അപ്പോഴും ഈ സൂര്യഘടികാരങ്ങളിൽ മിസ്സിംഗ് ആയിരുന്നു. അത് ക്ലോക്കിൻ്റെ സൂചികളായിരുന്നു. സൂചിയില്ലാതെ എന്ത് ക്ലോക്ക് എന്ന് ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ ചോദിച്ചേക്കാം. ഇത് ചതുരാകൃതിയിലുള്ള ഒരു ഫ്ലാഗ് സ്റ്റോൺ ആണ്. അതിന് ഒത്ത നടുക്കായി ഉപരിതലത്തിന് ലംബമായിട്ട് ത്രികോണാകൃതിയിലുള്ള ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ട്. ഫലകത്തിൻ്റെ അരികളോട് ചേർന്ന് വട്ടത്തിൽ മണിക്കൂറുകൾ സൂചിപ്പിക്കുന്ന റോമൻ അക്കങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട്. ഈ ഫലകത്തിന് ഉപരിതലത്തിൽ പ്ലേറ്റിൻ്റെ നിഴൽ വീണ് കിടക്കുന്നതാണ് ക്ലോക്കിൻ്റെ സൂചിയുടെ പണി ചെയ്യുക. സൂര്യൻ ആകാശത്തു കൂടി കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ദിക്കിലേക്ക് പോകുമ്പോൾ ഈ നിഴലും സൂചി പോലെ അക്കങ്ങളിലൂടെ കടന്നുപോയി സമയം കാണിക്കും. ഇതാണ് ബാബിലോൺകാർ കണ്ടുപിടിച്ച സൂര്യഘടികാരം എന്ന് നമ്മൾ വിളിക്കുന്ന സമയമാപിനി. ലോകത്തിൽ ഇന്നുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ളതും പോർട്ടബിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ആദ്യത്തെ സൂര്യഘടികാരം പുരാതന ഈജിപ്തുകാരുടേതാണ്. ഈജിപ്തിലെ വിഖ്യാതമായിട്ടുള്ള വാലി ഓഫ് ദ കിങ്സിൽ നിന്ന് BC 1500 നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ഒരു ചുണ്ണാമ്പ് കല്ല് ഫലകം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗവേഷകർ കണ്ടെടുത്തിരുന്നു. ഒരു അർദ്ധവൃത്തത്തിൽ 12 തുല്യഭാഗങ്ങളായിട്ട് അങ്കണം ചെയ്തിട്ടുള്ള ഈ ചെറിയ ശിലാഫലകത്തിന് അടിയിലായി ഒരു ദ്വാരമുണ്ടായിരുന്നു. അതിലൊരു ചെറിയ മരക്കമ്പ് കുത്തിവെച്ചാൽ സൂര്യപ്രകാശത്തിൽ ആ കമ്പിൻ്റെ നിഴൽ എവിടെ വന്ന് വീഴുന്നു എന്ന് നോക്കി ഈജിപ്ഷ്യൻ തൊഴിലാളികൾക്ക് സമയം കൃത്യമായി മനസ്സിലാക്കാൻ അന്ന് സാധിച്ചിരുന്നു. അതുപോലെ 18-ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ നാട്ടുരാജാവായിരുന്ന മഹാരാജ സവായ് ജയ്സിംഗ് രണ്ടാമൻ നിർമ്മിച്ച ജന്തർ മന്ദർ ജ്യോതിശാസ്ത്ര നിരീക്ഷണത്തിൻ്റെയും സമയമളക്കലിൻ്റെയും ചരിത്രത്തിലെ ശ്രദ്ധേയമായൊരു അധ്യായമാണ്. യാന്ത്രിക ഘടികാരങ്ങൾ വ്യാപകമാവുന്നതിന് മുമ്പ് ആകാശഗോളങ്ങളുടെ ചലനങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് സമയം കൃത്യമായി നിർണ്ണയിച്ചിരുന്ന രീതിയുടെ ഒരു മികച്ച ഉദാഹരണമാണിത്. ജന്തർ മന്ദറിലെ ഏറ്റവും ശ്രദ്ധേയമായ ഉപകരണങ്ങളിലൊന്നാണ് സമ്രാട്ട് യന്ത്രം. ഒരു ഭീമാകാര സൂര്യഘടികാരം. സൂര്യൻ്റെ സ്ഥാനത്തിനനുസരിച്ച് മാറുന്ന നിഴലിൻ്റെ സ്ഥാനം നിരീക്ഷിച്ചാണ് ഇത് പ്രാദേശിക സമയം നിർണ്ണയിച്ചിരുന്നത്. അങ്ങനെ ഒരു ഘടികാരത്തിലെ സൂചികൾക്ക് പകരം സൂര്യൻ്റെ ചലനവും നിഴലും സമയത്തെ സൂചിപ്പിക്കുന്നതായിട്ട് ഇവിടെ കാണാം. ജ്യോതിശാസ്ത്രം, ഗണിതം, ജോമെട്രി എന്നിവയുടെ കൃത്യമായിട്ടുള്ള പ്രയോഗത്തിലൂടെ സമയമളക്കൽ എത്രത്തോളം സൂക്ഷ്മമാക്കാനാകുമെന്ന് ജന്തർ മന്ദർ തെളിയിക്കുന്നു. എന്നാൽ ജന്തർ മന്ദറിന്റെ പ്രാധാന്യം സമയമളക്കലിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇതിലെ വിവിധ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വർഷം മുഴുവൻ ആകാശത്ത് സൂര്യൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥാനം നിരീക്ഷിക്കാനും നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ചലനങ്ങൾ പഠിക്കാനും സോളിസ്റ്റിസുകളും വിഷുവങ്ങളും പോലെയുള്ള പ്രധാന ജ്യോതിശാസ്ത്ര സംഭവങ്ങൾ നിരീക്ഷിക്കാനും കലണ്ടറുകളും ജ്യോതിശാസ്ത്ര പട്ടികകളും തയ്യാറാക്കുന്നതിന് വേണ്ട വിവരങ്ങൾ ശേഖരിക്കാനും ഒക്കെ ജന്തർ മന്ദറിൽ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ജന്തർ മന്ദർ എന്ന നമ്മുടെ ഈ ചരിത്ര സ്മാരകം കേവലം ഒരു പുരാതന ഘടികാരം എന്ന നിലയിൽ മാത്രം ഒതുക്കാനാവുന്ന ഒന്നല്ല.
പ്രകൃതിയിലെ ഏറ്റവും വലിയ സമയസൂചിയായ സൂര്യനെ നിരീക്ഷിച്ച് സമയം അളക്കുന്നതിൽ നിന്ന് ആകാശഗോളങ്ങളുടെ ചലനങ്ങളെ ഗണിതശാസ്ത്രപരമായി മനസ്സിലാക്കി കൂടുതൽ കൃത്യമായ സമയ ക്രമീകരണത്തിലേക്ക് മനുഷ്യർ നടത്തിയ യാത്രയുടെ ശ്രദ്ധേയമായൊരു സാക്ഷ്യം കൂടിയാണ് നമ്മുടെ ജന്തർ മന്ദർ. നമ്മുടെ കൈത്തണ്ടയിലെ വാച്ചായാലും ചുമരിലെ ക്ലോക്കായാലും അതിൻ്റെ സൂചികൾ എപ്പോഴും ഇടത്തുനിന്ന് വലത്തോട്ടേക്ക്, അതായത് ക്ലോക്ക് വൈസ് ആയിട്ട് മാത്രം കറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് കേവലം ഒരു യാദൃച്ഛികതയുടെ പേരിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കൺവെൻഷനാണ്. മനുഷ്യൻ ആദ്യമായി സൂര്യഘടികാരങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നത് നോർത്തേൺ ഹെമിസ്ഫിയർ അഥവാ ഉത്തരാർദ്ധഗോളത്തിലാണ്. അവിടങ്ങളിൽ വെയിലത്ത് നിർത്തിയിരിക്കുന്ന സ്തൂപത്തിൽ മുകളിൽ നിന്നുള്ള വെയിലടിക്കുമ്പോൾ നിലത്തുണ്ടാകുന്ന നിഴൽ പകൽ നീളുന്തോറും ഇടത്തുനിന്ന് വലത്തോട്ടാണ് സഞ്ചരിച്ചിരുന്നത്. പിൽക്കാലത്ത് നൂറ്റാണ്ടുകൾക്കിപ്പുറം ഗവേഷകർ മെക്കാനിക്കൽ ക്ലോക്കുകൾ നിർമ്മിച്ചപ്പോഴും അവർ പണ്ടത്തെ സൂര്യഘടികാരങ്ങളുടെ ഡയലിൽ കണ്ടുശീലിച്ച നിഴലിൻ്റെ ആ പഴയ ലെഫ്റ്റ് ടു റൈറ്റ് മൂവിംഗ് പാറ്റേണിനെ ക്ലോക്കിൻ്റെ സൂചികളുടെ മൂവ്മെൻറ്റിന് വേണ്ടിയും തിരഞ്ഞെടുക്കുകയായിരുന്നു. അതായത് അന്ന് സൂര്യഘടികാരങ്ങൾ ആദ്യം വികസിപ്പിക്കപ്പെട്ടിരുന്ന എങ്ങാനും ഓസ്ട്രേലിയയിലായിരുന്നുവെങ്കിൽ ഇന്നത്തെ ഘടികാരങ്ങളുടെ ഡയലുകളെല്ലാം തന്നെ ചലിച്ചിരുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആയിരുന്നേനെ എന്നർത്ഥം. ഈ സൂര്യഘടികാരം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോക്കുകളുടെ ഏഴായാലത്ത് എത്തില്ല എങ്കിലും ഇത് ഗ്രീക്ക് നോമോണുകളെക്കാളും നമ്മുടെ ഇന്ത്യൻ സന്യാസിയുടെ ഊന്നുവടികളെക്കാളും ഒക്കെ മെച്ചപ്പെട്ട രീതിയിൽ സമയമളക്കാൻ സാധിച്ചിരുന്ന സംവിധാനമായിരുന്നു. എന്നിരുന്നാലും അവയ്ക്കും രണ്ട് കുറവുകളുണ്ടായിരുന്നു. ഒന്ന്, രാത്രികാലങ്ങളിൽ സമയം അറിയാൻ സാധിക്കില്ല. രണ്ട്, മോശം കാലാവസ്ഥയിൽ വെയിലില്ലാത്ത അവസ്ഥയിൽ സമയമറിയാൻ യാതൊരു നിവൃത്തിയുമില്ല. അതുകൊണ്ട് തന്നെ ഇവ അറിയപ്പെട്ടിരുന്നത് ഡേ ക്ലോക്കുകൾ എന്നാണ്. പകൽ നേരങ്ങളിൽ സമയമളക്കാനുള്ള ആദ്യ ഉപാധി വെയിലും നിഴലുമായിരുന്നുവെങ്കിൽ അതിനെ ഡേ ആൻഡ് നൈറ്റ് ആക്കാനുള്ള വഴി നിഴലിൽ നിന്ന് മാറി വെള്ളത്തിലേക്ക് നീങ്ങുക എന്നതായിരുന്നു. സമോറ് പോലെയുള്ളൊരു പാത്രത്തിൽ വെള്ളം നിറച്ചു വെച്ച ശേഷം അതിൻ്റെ താഴ്ഭാഗത്തുള്ള ടാപ്പ് ചെറുതായിട്ട് തുറന്നു വയ്ക്കുക. സ്വാഭാവികമായിട്ടും വെള്ളം ആ ടാപ്പിലൂടെ പുറത്തേക്ക് ഒഴുകിപ്പോകും. സമോറിലെ വെള്ളം മുഴുവനും ഒഴുകി പുറത്തുപോയി തീരാൻ അരമണിക്കൂർ നേരം എടുക്കുന്നു എന്ന് കരുതുക. രണ്ടാമതും സമോർ നിറയെ വെള്ളം ഒഴിച്ചു വെച്ചാൽ അതും കൃത്യം അരമണിക്കൂറിൽ തന്നെ ആയിരിക്കും പുറത്തു പോവുക. 15 മിനിറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഒന്നും ആയിരിക്കില്ല അതിനെടുക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് സമയം അളക്കാനുള്ള ഒരു സംഗതി കിട്ടി. ഇങ്ങനെയുള്ള സമോർ ക്ലോക്കുകൾ ബാബിലോണിൽ 2500 വർഷം മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് സമോവറല്ല, സിലിണ്ടറിക്കൽ ഷേപ്പിൽ വ്യാസം കുറഞ്ഞ സാമാന്യം ഉയരമുള്ള താഴേറ്റത്ത് ദ്വാരമുള്ളൊരു പാത്രം മാത്രമായിരുന്നു എന്നർത്ഥം. ഈ പാത്രങ്ങളിൽ വെള്ളം നിറച്ചു വെക്കാൻ വേണ്ടി ഒരു കൂട്ടരെ അന്ന് ചുമതലപ്പെടുത്തുക വരെ ചെയ്തിട്ടുണ്ട്. ആദ്യം ഒഴിച്ചു വെച്ച വെള്ളം തീരാറാകുമ്പോൾ നഗരമധ്യത്തിൽ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടാകും, വീണ്ടും വെള്ളം നിറയ്ക്കപ്പെടും. ഒരു ദിവസത്തിൽ ഇതിങ്ങനെ 6 പ്രാവശ്യം ആവർത്തിക്കപ്പെടും. ഈ പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാനുള്ള പെടാപ്പാടും മൊബിലിറ്റി കുറവും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ജലഘടികാരങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന സൺഡയലുകളുടെ ഒരു പ്രധാന കുറവ് പരിഹരിക്കാനായി അവ ഡേ ആൻഡ് നൈറ്റ് സമയമളക്കാൻ കഴിവുള്ള സംവിധാനങ്ങളായിരുന്നു. ബാബിലോണിൽ മാത്രമല്ല, അങ്ങ് ചൈനയിലും ഉണ്ടായിരുന്നു സമാനമായിട്ടുള്ള ജലഘടികാരങ്ങൾ. കല്ലുകൊണ്ടുള്ള ഒരു പടിക്കെട്ടിൻ്റെ ഓരോ പടവിലായിട്ട് ഓരോ കെറ്റിൽ വീതം വെച്ചിട്ടുണ്ടാവും. അങ്ങനെ 4 കെറ്റിലുകൾ. ഒരു കെറ്റിലിൽ വെള്ളം നിറയ്ക്കുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളം പതുക്കെ അടുത്ത കെറ്റിലേക്ക് വന്ന് നിറയും. അതിൽ നിന്ന് അടുത്തയിലേക്ക് അങ്ങനെ 4 കെറ്റിലുകൾ. ആദ്യത്തെ കെറ്റിലിൽ നിറച്ചൊഴിക്കുന്ന വെള്ളം അവസാനത്തെ കെറ്റിലിൽ വന്ന് നിറയാൻ 2 മണിക്കൂർ നേരമെടുക്കും. ചൈനീസ് ഭാഷയിൽ അതിനവർ പറഞ്ഞിരുന്നത് കെ എന്നായിരുന്നു. ഓരോ 2 മണിക്കൂർ നേരം കൂടുമ്പോഴും ആ ദിവസത്തിലെ എത്രാമത്തെ കെ ആണ് കഴിഞ്ഞത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ബോർഡ് ഒരു കാവൽക്കാരൻ വന്ന് തൂക്കിയിട്ട് പോവുകയായിരുന്നു ചൈനയിലെ പതിവ്. ഗ്രീസിലും റോമിലും ഒക്കെ ഉണ്ടായിരുന്ന വാട്ടർ ക്ലോക്കുകളുടെ പേര് ക്ലെപ്സ് ഹൈഡ്ര എന്നായിരുന്നു. ഈ പേരിൻ്റെ എറ്റിമോളജി വളരെ രസകരമാണ്. മോഷ്ടിക്കുക എന്നർത്ഥമുള്ള ക്ലെപ്റ്റോ, വെള്ളം എന്നർത്ഥമുള്ള ഹൈഡോർ എന്നീ 2 വാക്കുകൾ ചേർന്നാണ് വാട്ടർ തീഫ് എന്നർത്ഥമുള്ള ക്ലെപ് ഹൈഡ്ര എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. അത് ചൂട്ടിൽ ഓട്ടയുള്ള ഒരു പാത്രമായിരുന്നു. പാത്രം നിറയെ വെള്ളമൊഴിച്ചാൽ 1/4 മണിക്കൂർ നേരം കൊണ്ട് അത് കാലിയാകും. ഗ്രീക്ക് കോടതികളിൽ അന്ന് വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ അഭിഭാഷകർ എടുക്കുന്ന സമയം പറഞ്ഞിരുന്നത് ഇത്ര ക്ലെപ്സ് ഹൈഡ്ര എന്നൊക്കെയാണ്. ഇത് അരിസ്റ്റോട്ടിൽ തന്റെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോടതികളിൽ അഭിഭാഷകരുടെ വാദങ്ങൾക്കിടയിൽ തടസ്സവാദങ്ങൾ വരുമ്പോൾ ഇന്നത്തെ പോലെ സ്റ്റോപ്പ് ദ വാച്ച് എന്ന് പറയാൻ അന്ന് വാച്ചുകൾ ഉണ്ടായിരുന്നില്ല. പകരം ജഡ്ജിമാർ വിളിച്ചു പറഞ്ഞിരുന്നത് സ്റ്റോപ്പ് ദ വാട്ടർ എന്നായിരുന്നു. നമ്മുടെ കേരളത്തിലും പണ്ട് സമാനമായ ഒരു ജലഘടികാരം ഉണ്ടായിരുന്നത് അറിയപ്പെടുന്നത് നാഴികവട്ട എന്നാണ്. ചിരട്ടയിൽ തീർത്ത ഒരു ചെറിയ പാത്രവും ചെമ്പിലോ ഓട്ടിലോ തീർത്ത ഒരു വലിയ ഉരുളിയും ചേർന്നതാണ് നാഴികവട്ട. ചെറിയ പാത്രത്തിന്റെ അടിഭാഗത്ത് അളന്നു മുറിച്ചുണ്ടാക്കിയ ഒരു ചെറിയ സുഷിരമുണ്ടാകും. ആദ്യം വലിയ പാത്രത്തിൽ ജലം നിറയ്ക്കുന്നു. ശേഷം ചെറിയ പാത്രം ഈ വലിയ പാത്രത്തിന്റെ ജലോപരിതലത്തിൽ കൊണ്ടുവയ്ക്കുന്നു. ചെറിയ പാത്രത്തിലുള്ള ചെറു സുഷിരത്തിലൂടെ പതുക്കെ ജലം അതിനുള്ളിലേക്ക് കയറും. കൃത്യം 1 നാഴിക സമയം കൊണ്ട് പാത്രം നിറയുന്ന രീതിയിലാണ് ഈ പാത്രത്തിന്റെ സുഷിരം കാലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്നത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ നാഴിക എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയണമെന്നില്ല. അവർക്ക് വേണ്ടി മാത്രം പറയാം. ഒരു നാഴിക എന്ന് വെച്ചാൽ 24 മിനിറ്റ് നേരമാണ്. അതുപോലെ അതിൻ്റെ താഴേക്കുള്ള യൂണിറ്റ് ആയിട്ടുള്ള വിനാഴിക 24 സെക്കൻഡാണ്. 60 വിനാഴിക ചേർന്നാൽ ഒരു നാഴികയാവും. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2.5 നാഴികയാണ്. ഒരു യാമം എന്ന് പറയുന്നത് 7.5 നാഴിക അഥവാ 3 മണിക്കൂറാണ്. അതുപോലെ ഒരു ദിവസം എന്ന് പറയുന്നത് 60 നാഴികയാണ്. പണ്ട് നാഴിക എന്നത് സമയത്തോടൊപ്പം ദൂരത്തിൻ്റെയും മെഷറായിട്ട് ഉപയോഗിച്ചിരുന്നു. 1 നാഴിക നേരം നടന്നാൽ എത്തുന്ന ദൂരമായിരുന്നു 1 നാഴിക. ഇത് ഏകദേശം 1 മൈൽ അഥവാ 1.5 കിലോമീറ്റർ വരും.
ഇതൊന്നും പക്ഷേ ഇപ്പോൾ ഉപയോഗിക്കുന്ന കണക്കുകളല്ല, അറിയാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം. ഇങ്ങനെ ഒരു പ്രാവശ്യം വെള്ളം നിറച്ചു വെച്ചാൽ ഒരു നാഴിക നേരം തീരുന്നത് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഈ സംവിധാനത്തിന് നാഴികവട്ട എന്ന് അന്ന് പേര് വന്നത്. ഈ ജലഘടികാരങ്ങൾ അധികം വൈകാതെ നിരവധി പരിഷ്കരണങ്ങൾക്ക് വിധേയമായി. ചില്ലുണ്ടാക്കാൻ മനുഷ്യൻ പഠിച്ചതോടെ വെള്ളം നിറയ്ക്കുന്ന പാത്രങ്ങളിൽ ലെവൽ ഇൻഡിക്കേറ്ററുകൾ വന്നു. ഈ വാട്ടർ ലെവലുകൾ തന്നെ പിന്നീട് കാലിബ്രേറ്റ് ചെയ്ത് സമയ സൂചകങ്ങളായിട്ട് മാറി. ഇതിലും ഒരു ചെറിയ പ്രശ്നമുണ്ട്. വെള്ളം ഒരു പാത്രത്തിൽ നിന്ന് ടാപ്പ് വഴിയോ ദ്വാരം വഴിയോ പുറത്തേക്ക് ഒഴുകി വരുന്നത് ഒരേ വേഗത്തിലായിരിക്കില്ല. പാത്രത്തിൽ നിറച്ചും വെള്ളമുള്ളപ്പോൾ അതിൻ്റെ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ പുറത്തേക്ക് ഒഴുകുന്നതിൻ്റെ വേഗത കൂടും. വെള്ളം കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ഈ വേഗതയും കുറഞ്ഞു വരും. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ ഒരു മണിക്കൂറിൽ വെള്ളം കൂടുതൽ വേഗത്തിൽ പുറത്തു പോയിട്ടുണ്ടാവും, ലെവൽ കൂടുതലായിട്ട് താഴ്ന്നിട്ടുണ്ടാവും. അടുത്തൊരു മണിക്കൂർ നേരം കൊണ്ട് അത്ര പെട്ടെന്ന് താഴണമെന്നില്ല. അതുകൊണ്ട് ഈ മണിക്കൂറുകൾ സൂചിപ്പിക്കുന്ന വരകൾ അൺഈവൻലി ആയിട്ട് സ്പേസ് ചെയ്ത് ഇടേണ്ടി വരും. ഈ പ്രശ്നത്തെ മറികടക്കാൻ വേറൊരു വഴിയുള്ളത് പാത്രത്തെ ഒരു ഫണലിൻ്റെ രൂപത്തിലാക്കുക എന്നുള്ളതാണ്. അത് പ്ലാനിങ്ങോടെ ചെയ്യുകയാണെങ്കിൽ മണിക്കൂർ രേഖകൾ ഒരേ ഗ്യാപ്പിൽ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. പിന്നീട് അവർ നേരിട്ട മറ്റൊരു പ്രശ്നം വേനലിലും ശൈത്യത്തിലുമൊക്കെ പകൽ സമയത്തിൻ്റെ ദൈർഘ്യത്തിലുള്ള വ്യത്യാസമാണ്. ഫണലിൻ്റെ ഉള്ളിലെ വെള്ളം കുറച്ച ശേഷം ഒരു സോളിഡ് കോൺ ഇറക്കി ലെവൽ നിലനിർത്തി അവർ ഈ പ്രശ്നം പരിഹരിച്ചു. ഈ കോണിൻ്റെ മുകളിൽ തന്നെ വർഷത്തിലെ വിവിധ സീസണുകളിൽ ഏതുവരെ ഈ കോൺ ഫണലിലേക്ക് താത്തണമെന്നതിലുള്ള മാർക്കിങ്ങുകളും ഉണ്ടായിരുന്നു. ഇതുപോലെ വെള്ളത്തിനു പകരം പാൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഘടികാരങ്ങൾ ഈജിപ്തിലെ നൈൽ നദിക്കരയിലെ ഒസിരിസ് ദേവന്റെ ദേവാലയത്തിലെ ഫറവോകൾ കൊണ്ടു നടന്നിരുന്നു. ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കൾ ചോർന്നു വരുന്ന ഡ്യൂറേഷൻ കണക്കാക്കി സമയം നിശ്ചയിച്ചിരുന്ന രീതിക്ക് മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നത് ശൈത്യത്തിലെ ഈ ദ്രാവകങ്ങളെല്ലാം ഉറഞ്ഞു പോയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മറ്റെന്തെങ്കിലും രീതിയിലുള്ള സമയമാപിനികൾ കണ്ടെത്തിയേ മതിയാകുമായിരുന്നുള്ളൂ. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് അടുത്തതായിട്ട് വന്ന സമയമാപിനികൾ മണൽ ഘടികാരങ്ങളാണ്. 2 കമ്പാർട്ട്മെന്റുകൾ കാണും. അതിന് ഒരു കമ്പാർട്ട്മെന്റ് നിറയെ മണലിട്ട് അതിനെ തലകുത്തനെ വെക്കും. നടുക്കുള്ള ചെറിയ ദ്വാരത്തിലൂടെ ഒഴിഞ്ഞു കിടക്കുന്ന കമ്പാർട്ട്മെന്റിലേക്ക് മണൽ പതുക്കെ വന്ന് വീണുകൊണ്ടിരിക്കും. സമയത്തിന്റെ ചെറിയ ഇടവേളകൾ അളക്കാൻ ഈ മണൽ ഘടികാരങ്ങൾ വളരെ ഉപയോഗപ്രദമായിരുന്നു. 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, അങ്ങനെ 1 മണിക്കൂർ നേരമെടുത്ത് മണൽ വീണ് തീർന്നിരുന്ന ഘടികാരങ്ങൾ അന്ന് അവർ ഗ്ലാസുകൾ എന്നറിയപ്പെട്ടു. അതുപോലെ എണ്ണ കൊണ്ടും തീ കൊണ്ടും സമാനമായ സമയമാപിനികൾ അന്ന് നിർമ്മിക്കപ്പെട്ടിരുന്നു. വിളക്കിൽ എണ്ണ നിറച്ചു വെച്ച് കത്തിച്ചാൽ പതുക്കെ എണ്ണ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അതുപോലെ ഏകദേശം വലുപ്പമുള്ള മെഴുകുതിരികൾ കത്തിച്ചു വെച്ചാലും ഏകദേശം ക്രമമായി തന്നെ അവ കത്തിത്തീരും. അവശേഷിക്കുന്ന ഭാഗത്തിന് നീളം നോക്കി സമയം നിർണ്ണയിക്കാൻ നമുക്ക് സാധിക്കും. ഈ നീളം കുറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി നേരത്തെ കൂട്ടി അങ്കനം ചെയ്ത മെഴുകുതിരികളാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുക. ഈ മെഴുകുതി ഘടികാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 9ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന ആൽഫ്രഡ് രാജാവിൻ്റെ കഥ പറയാതിരിക്കാനാവില്ല. അദ്ദേഹം തന്നെ സമയം കൃത്യമായി പ്ലാൻ ചെയ്യാൻ വേണ്ടി ഒരു ഗംഭീര വിദ്യ തന്നെ കണ്ടുപിടിച്ചു. ഒരേ നീളവും ഭാരവുമുള്ള 6 മെഴുകുതിരികൾ അദ്ദേഹം നിർമ്മിച്ചു. അത് കൃത്യമായ അകലത്തിൽ അടയാളങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. ഒരു മെഴുകുതിരി കത്തിത്തീരാൻ കൃത്യം 4 മണിക്കൂർ നേരമാണ് എടുത്തിരുന്നത്. അതായത് 6 മെഴുകുതിരികൾ ഒന്നിനു പിന്നാലെ ഒന്നായി കത്തിത്തീരുമ്പോൾ ഒരു ദിവസം അഥവാ 24 hours പൂർത്തിയാവും. ഈ മെഴുകുതിരി ഘടികാരം നോക്കിയാണ് അദ്ദേഹം തൻ്റെ ഒരു ദിവസത്തെ 8 മണിക്കൂറുകളുള്ള 3 ഭാഗങ്ങളാക്കി തിരിച്ചത്. 8 മണിക്കൂർ ഉറങ്ങാനും വിശ്രമിക്കാനും, 8 മണിക്കൂർ പ്രാർത്ഥനകൾക്കും വായനയ്ക്കും, ബാക്കി 8 മണിക്കൂർ രാജ്യഭരണത്തിനും. കാറ്റടിച്ച് ഈ മെഴുകുതിരി കെട്ടുപോകാതിരിക്കാനും അതുവഴി അത് കത്തുന്ന വേഗത വ്യത്യാസപ്പെടാതിരിക്കാനും വേണ്ടി അദ്ദേഹം മരവും സുതാര്യമായിട്ടുള്ള മൃഗക്കൊമ്പുകളും ഒക്കെ ഉപയോഗിച്ച് ലോകത്തിലെ ആദ്യത്തെ റാന്തലുകളിലൊന്ന് നിർമ്മിച്ചു എന്നതാണ് ഇതിൽ ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം. ഇതിനൊക്കെ പുറമെ പൗരാണിക യുഗത്തിൽ മനുഷ്യൻ സമയം കണക്കാക്കാൻ വേണ്ടി പ്രകൃതിയിലെ മറ്റു പല പ്രതിഭാസങ്ങളെയും പ്രയോജനപ്പെടുത്തിയിരുന്നു. ഉദാഹരണത്തിന് രാവിലെ കോഴി കൂവുന്നത് പുലരുവാൻ 7:30 രാവുള്ളപ്പോഴാണ്. ഇവിടെ രാവ് എന്നത് പഴമക്കാർ സമയം കണക്കാക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ശൈലിയാണ്. 7:30 രാവെന്ന് വെച്ചാൽ 7:30 നാഴിക, അതായത് ഏകദേശം 3 മണിക്കൂർ. നേരം പുലർന്ന് വെളിച്ചം വരുന്നതിന് കൃത്യം 3 മണിക്കൂർ മുമ്പുള്ള രാത്രിയുടെ ആ യാമത്തിലാണ് കോഴികൾ സാധാരണയായി ആദ്യമായി കൂവി തുടങ്ങുന്നത് എന്നർത്ഥം. ഇതുപോലെ മനുഷ്യരിൽ സമയബോധം ഉണ്ടാക്കുന്ന മറ്റ് പല പ്രതിഭാസങ്ങളുമുണ്ട്. 4 മണിപ്പൂക്കൾ എന്ന പേര് തന്നെ സമയവുമായി ബന്ധമുള്ളതാണ്. മിക്ക പൂക്കളും രാവിലെയാണ് വിരിയുക. 4 മണിപ്പൂക്കൾ വൈകുന്നേരം 4 മണിക്കാണത്രേ വിരിയുക. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നാവുന്ന സംശയം, ഈ 4 മണിയായി എന്ന് ഈ പൂക്കൾ ഇതെങ്ങനെ അറിയുന്നു എന്നതാകും. സമയം പാലിക്കുക എന്നത് പ്രകൃതിയിലെ ഒരു അത്ഭുത പ്രതിഭാസമാണ്. സൂര്യൻ്റെ ഉദയാസ്തമനങ്ങളും ചന്ദ്രൻ്റെ പ്രയാണവും ഋതുക്കളുടെ വരവും അടക്കം എല്ലാത്തിനും ഒരു സമയക്രമമുണ്ട്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ അർജന്റീനയിൽ കാണുന്ന ഒരിനം മുളച്ചെടിയുടെ വിത്തിൽ നിന്നും ചെടിയുണ്ടായി കൃത്യം 29 വർഷം തികയുന്ന ദിവസം അത് പൂവിടും. വീടുകളിലും മറ്റും മൺകൂടുണ്ടാക്കുന്ന വേട്ടാളൻ എന്ന ജീവി രാവിലെ കൃത്യം 8 മണിക്കാണത്രേ അതിൻ്റെ ജോലി ആരംഭിക്കുക. വീട് നിർമ്മാണം പൂർത്തിയായാലും ഇല്ലെങ്കിലും കൃത്യം 4 മണിക്ക് തന്നെ അത് പണി നിർത്തും. ഇതിലെല്ലാം കാണുന്ന സമയനിഷ്ഠയുടെ പിന്നിലുള്ള സൂത്രത്തെ നമ്മൾ ജൈവ ഘടികാരം എന്നാണ് വിളിക്കുന്നത്. പ്രകൃതിയുടെ ജൈവ ഘടികാരങ്ങൾ എത്ര കൃത്യമായിരുന്നാലും ഇരുട്ടിലും മഞ്ഞിലും മഴയിലും കൃത്യമായി സമയം അറിയാൻ മനുഷ്യന് സ്വന്തമായി യന്ത്രങ്ങൾ ഉണ്ടാക്കിയേ തീരൂ എന്ന അവസ്ഥ വന്നു. അവിടെ നിന്നാണ് മെക്കാനിക്കൽ യുഗം ആരംഭിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. സമയമാപിനികളുടെ ചരിത്രം ഈജിപ്തിൽ നിന്ന് ഗ്രീസിലേക്കും അവിടെ നിന്ന് യൂറോപ്പിലേക്കും നീങ്ങിയ ഒരു നേർരേഖയല്ല. ചൈനയിൽ ജലഘടികാരങ്ങളും ജ്യോതിശാസ്ത്ര ഘടികാരങ്ങളും സങ്കീർണമായ രൂപങ്ങളിലേക്ക് വളർന്നു വരുന്നുണ്ട്.
ഇസ്ലാമിക ലോകത്ത് ജ്യോതിശാസ്ത്രം, നമസ്കാര സമയം, കലണ്ടർ നിർണ്ണയം തുടങ്ങിയ ആവശ്യങ്ങൾ സമയനിർണ്ണയത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ പ്രേരണയായിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിലെ ഘടികയും നാഴികയും നാഴികവട്ടയും ഒക്കെ വലിയൊരു ആഗോള ചരിത്രത്തിൻ്റെ മറ്റൊരു പ്രധാന ശാഖ തന്നെയാണ്. മെക്കാനിക്കൽ ക്ലോക്കുകളുടെ കടന്നുവരവ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക വഴിത്തിരിവുകളിലൊന്നാണ്. 13ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ വെർജൻ ഫോളിയോട്ട് എന്ന സാങ്കേതിക വിദ്യയുടെ കണ്ടുപിടുത്തം ഉണ്ടാകുന്നു. ഒരു പൽചക്രത്തെ റോപ്പ് വഴി ഒരു തൂക്കുകട്ടയുമായി ബന്ധിപ്പിച്ചാൽ എന്തുണ്ടാകുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ കട്ട ഗ്രാവിറ്റി കൊണ്ട് ഒറ്റയടിക്ക് തറയിൽ വീഴും. വെർജൻ ഫോളിയോട്ട് ടെക്നോളജി മുന്നോട്ട് വെക്കുന്നത് ഒരു എസ്കേപ്മെന്റ് ആണ്. ഇത് ഈ തൂക്കട്ടെ ഒറ്റയടിക്ക് താഴെ പോകാതെ ക്ലോക്കിലെ ഗിയറിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അൺവൈൻഡ് ചെയ്യിക്കും. ഈ ടെക്നോളജി വന്നതോടെ കത്തീഡ്രലുകൾ, കൊട്ടാരങ്ങൾ, സിറ്റി ഹാളുകൾ എന്നിവ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി ഭീമൻ മെക്കാനിക്കൽ ക്ലോക്കുകൾ സ്ഥാപിക്കപ്പെടുന്നു. വെയിറ്റുകളും റോപ്പുകളും ഗിയറുകളും വഴി ഒരു ഡയലിനെ ഒരു മണിക്കൂർ ഇടവിട്ടുള്ള മണിമുഴക്കത്തോടു കൂടി കറക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഈ ആദ്യകാല ക്ലോക്കുകൾക്ക് ഫേസ് അല്ലെങ്കിൽ പുറമേക്ക് കാണാവുന്ന ഒരു ഡയൽ ഇല്ലായിരുന്നു. മണി എന്നർത്ഥമുള്ള ക്ലോക്ക എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് ക്ലോക്ക് എന്ന ഇംഗ്ലീഷ് വാക്ക് ഉത്ഭവിക്കുന്നത് തന്നെ. എന്നാൽ ഈ ആദ്യകാല മെക്കാനിക്കൽ ക്ലോക്കുകൾക്ക് കൃത്യത കുറവായിരുന്നു. ഇടയ്ക്കിടെ അവ കേടുവരുമായിരുന്നു. മെയിൻ്റനൻസിന് ചെലവും കൂടുതലായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ പതിറ്റാണ്ടുകളെടുത്ത് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളും പരിഷ്കരണങ്ങളും വഴി പരിഹരിച്ച് ഒടുവിലാണ് ഈ ക്ലോക്ക് ഫേസുകൾ ഉണ്ടായി വരുന്നത്. 14ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന അതിപ്രഗത്ഭനായ ഒരു ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്നു സെന്റ് ആൽബൻസ് മഠത്തിലെ മഠാധിപതിയായിരുന്ന റിച്ചാർഡ് ഓഫ് വാലിംഗ്ഫോർഡ് എന്ന ക്രൈസ്തവ പുരോഹിതൻ. 1327 ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അദ്ദേഹം ബൃഹത്തായൊരു ആസ്ട്രോണമിക്കൽ ക്ലോക്കിന്റെ നിർമ്മാണം ആരംഭിക്കുന്നു. താഴേക്ക് പതിക്കുന്ന ഭാരത്തെ നിയന്ത്രിച്ച് സമയനിർണ്ണയം നടത്തുന്ന ഈ രീതിയാണ് ലോകത്തിന് ആദ്യമായി ക്ലോക്കിന്റെ താളാത്മകമായിട്ടുള്ള ശബ്ദം സമ്മാനിക്കുന്നത്. ഇതാണ് ചരിത്രത്തിൽ കൃത്യമായ രേഖകളുള്ള ആദ്യത്തെ സമ്പൂർണ്ണ മെക്കാനിക്കൽ ക്ലോക്ക്. സാധാരണ ഘടികാരങ്ങളെ പോലെ മണിക്കൂറുകൾ കാണിക്കുന്നതിനൊപ്പം സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവയുടെ സ്ഥാനങ്ങളും സഞ്ചാരപഥവും ഒക്കെ ഇത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിരുന്നു. ലൂണാർ ഫേസസ് കൃത്യമായി കാണിക്കുന്നതിനൊപ്പം സൂര്യചന്ദ്ര ഗ്രഹണങ്ങൾ എപ്പോഴൊക്കെ സംഭവിക്കുമെന്നും പ്രവചിക്കാൻ ഈ യന്ത്രത്തിന് കഴിഞ്ഞിരുന്നു. സമുദ്രയാനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായിരുന്ന ലണ്ടൻ ബ്രിഡ്ജിലെ വേലിയേറ്റവും വേലിയിറക്കവും ഇതിൽ രേഖപ്പെടുത്തിയിരുന്നു. സാങ്കേതിക വിദ്യയ്ക്കൊപ്പം ഒരിത്തിരി തത്വചിന്ത കൂടി ചേർത്തുകൊണ്ട് മനുഷ്യജീവിതത്തിന്റെ അസ്ഥിരതയെ സൂചിപ്പിക്കുന്ന ഒരു വീൽ ഓഫ് ഫോർച്യൂൺ കൂടി റിച്ചാർഡ് ഇതിന്റെ ഭാഗമായിട്ട് നിർമ്മിച്ചിരുന്നു. 16ാം നൂറ്റാണ്ടിൽ ഹെൻറി 8ാമൻ രാജാവിൻ്റെ കാലത്ത് ഇംഗ്ലണ്ടിലെ ക്രിസ്ത്യൻ മോണാസ്ട്രികൾ ആക്രമിച്ച് തകർക്കപ്പെട്ടപ്പോൾ സെയിന്റ് ആൽബൻസിലെ ഈ അമൂല്യമായിട്ടുള്ള ഘടികാരം കൂടി നശിപ്പിക്കപ്പെട്ടു. അതിനുശേഷവും യൂറോപ്യൻ നഗരങ്ങളുടെ വളർച്ചയുടെയും അഭിമാനത്തിൻ്റെയും ഒക്കെ പ്രതീകമായി പിന്നെയും വലിയ മെക്കാനിക്കൽ ഘടികാരങ്ങൾ പലതും നിർമ്മിക്കപ്പെടുന്നുണ്ട്. സ്ട്രാസ്ബർഗിലെ ഘടികാരം ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ്. 1352 1354 ഇടയിലാണ് ഈ മെക്കാനിക്കൽ അത്ഭുതം ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ടത്. ഈ ഘടികാരം നിർമ്മിച്ച വ്യക്തി ആരാണ് എന്ന് ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. 3 കിങ്സ് ക്ലോക്ക് എന്നറിയപ്പെട്ടിരുന്ന ഈ മെക്കാനിക്കൽ ക്ലോക്കിൽ അക്കാലത്ത് വളരെ അപൂർവമായിരുന്ന പല മെക്കാനിക്കൽ സവിശേഷതകളും ഉൾപ്പെടുത്തിയിരുന്നു. ഈ ഘടികാരത്തിന് ഏറ്റവും വലിയ ആകർഷണം ഒരു യന്ത്രക്കോഴിയായിരുന്നു. സ്വർണ്ണ നിറം പൂശിയ ഒരു പൂവൻ കോഴി. ഇരുമ്പ്, ചെമ്പ്, തടി എന്നിവ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഈ കോഴി ചിറകുകൾ വീശുകയും കൊക്കു തുറന്ന് ശബ്ദമുണ്ടാക്കുകയും ചെയ്തിരുന്നു. ലോകത്തിൽ ഇന്നും അവശേഷിക്കുന്ന ഏറ്റവും പഴക്കമുള്ള ഓട്ടോമേറ്റോൺ അഥവാ യാന്ത്രിക രൂപമായിട്ട് കണക്കാക്കപ്പെടുന്ന ഇത് സ്ട്രാസ്ബർഗിലെ മ്യൂസിയം ഓഫ് ഡെക്കറേറ്റീവ് ആർട്സിൽ ഇന്നും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഉച്ചനേരത്ത് ഉണ്ണിയേശുവിനെ കൈകളിലേന്തി നിൽക്കുന്ന കന്യാമറിയത്തിന്റെ രൂപത്തിനു മുന്നിൽ ബൈബിളിൽ പരാമർശിക്കുന്ന 3 രാജാക്കന്മാർ വന്ന് വണങ്ങുന്ന കാഴ്ചയും ഈ യന്ത്രം അവതരിപ്പിച്ചിരുന്നു. അതിനു പുറമെ ഒരു ആസ്ട്രോലാബ് ഡയലും ഒരു കലണ്ടർ ഡയലും മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളും രാശിചക്രങ്ങളും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഒരു ചിത്രവും ഇതിന് താഴത്തെ ഭാഗത്തുണ്ടായിരുന്നു. 14ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ ജിയോവാനി ഡെ ഡോണ്ടി 16 വർഷത്തെ തൻ്റെ നിരന്തര പ്രയത്നത്തിലൂടെ നിർമ്മിച്ച അസ്ട്രാരിയം എന്നറിയപ്പെട്ടിരുന്ന 1 മീറ്റർ ഉയരമുള്ള പ്ലാനറ്റോറിയം ഘടികാരമായിരുന്നു അടുത്ത മെക്കാനിക്കൽ ഘടികാരം. സമയത്തിനൊപ്പം സൂര്യൻ്റെയും ചന്ദ്രനെയും മറ്റ് 5 ഗ്രഹങ്ങളുടെയും സ്ഥാനങ്ങൾ ഇത് കൃത്യമായി കാണിച്ചിരുന്നു. പിന്നീട് അങ്ങോട്ട് വന്ന നൂറ്റാണ്ടുകളിൽ ക്ലോക്കുകൾ എന്ന് പറയുന്നത് നഗരങ്ങളിലെ ഗോപുരങ്ങളിലും പള്ളികളിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന വലിയ യന്ത്രങ്ങളായിരുന്നു. 1892 എഴുതിയ എ ഹിസ്റ്ററി ഓഫ് വാച്ചസ് എന്ന പുസ്തകത്തിൽ ജെയിംസ് ഫ്രാൻസിസ് കെൻഡൽ ക്ലോക്കുകളുടെ ചരിത്രത്തിൽ ഒരു വലിയ മാറ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 15ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ തന്നെ യൂറോപ്പിൽ സ്പ്രിംഗ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കൊണ്ടു നടക്കാവുന്ന ചെറിയ ഘടികാരങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ന്യൂറംബർഗിലെ പീറ്റർ ഹൈൻലൈൻ ഇത്തരത്തിലുള്ള ആദ്യകാല വാച്ച് നിർമ്മാണത്തിലെ പ്രധാനപ്പെട്ട പേരുകളിലൊന്നാണ്. എന്നാൽ ഇത്തരം വാച്ചുകളുടെ കണ്ടുപിടുത്തക്കാരൻ ഹൈൻലൈൻ ആയിരുന്നു എന്ന പഴയ ധാരണ ഇന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്നില്ല. മെയിൻ സ്പ്രിംഗ് എന്നൊരു പരിഷ്കാരം ക്ലോക്ക് ഇൻഡസ്ട്രിയിൽ വന്നതോടെ ക്ലോക്കുകൾക്ക് വലിയ ഭാരമുള്ള വെയിറ്റുകൾ ആവശ്യമില്ലാതെയായി. അതുവരെ ഉണ്ടായിരുന്ന വെർജൻ ഫോളിയോ ടെക്നോളജിക്ക് പകരം ചുരുളഴിയുന്ന ഒരു ചെറിയ സ്പ്രിങ്ങിൻ്റെ ഊർജ്ജം ഉപയോഗിച്ച് യന്ത്രങ്ങളെ പ്രവർത്തിപ്പിക്കാം എന്ന കണ്ടെത്തൽ ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ വാച്ചുകൾക്ക് ജന്മം നൽകി. ന്യൂറംബർഗ് എക്സ് എന്നറിയപ്പെട്ടിരുന്ന കഴുത്തിൽ ജുവല്ലറി പോലെ ധരിക്കാവുന്ന ഗോളാകൃതിയിലുള്ള വാച്ചുകൾ അന്നത്തെ ഫാഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറി. ഇങ്ങനെയുള്ള ഈ ചെറിയ പോർട്ടബിൾ സമയമാപിനികൾക്ക് വാച്ച് എന്ന പേര് വന്നതിന് പിന്നിൽ ഒരു ചെറിയ ചരിത്രമുണ്ട്. പഴയ ഇംഗ്ലീഷ് പദമായ വാച്ച് അഥവാ കാവൽക്കാരൻ എന്ന വാക്കിൽ നിന്നാണ് ഈ വാച്ച് എന്ന വാക്കുണ്ടായിട്ടുള്ളത്.
രാത്രികാലങ്ങളിൽ കാവൽ നിൽക്കുന്ന ഭടന്മാർ തങ്ങളുടെ കാവൽ സമയത്തിൻ്റെ ദൈർഘ്യം കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കൂടെ കരുതിയിരുന്ന ചെറിയ ഉപകരണങ്ങളായിരുന്നു ആദ്യകാലത്തെ ഈ പോർട്ടബിൾ ടൈം പീസുകൾ. ആദ്യകാല ക്ലോക്കുകൾക്ക് ഡയലുകളോ ഹാൻഡിലുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവയ്ക്ക് ആകെ ഉണ്ടായിരുന്നത് മണിക്കൂറുകൾ സൂചിപ്പിക്കുന്ന മണിയടി ശബ്ദങ്ങൾ മാത്രമായിരുന്നുവെന്നും ഈ പുതിയ പോർട്ടബിൾ മെക്കാനിക്കൽ വാച്ചുകളിൽ സമയം അറിയണമെങ്കിൽ അവയിലേക്ക് നോക്കണം, ഡയൽ നോക്കി സമയം കണക്കാക്കണം എന്നതുകൊണ്ടാണ് നോക്കുക എന്നർത്ഥം വരുന്ന വാച്ച് എന്ന പേര് അതിന് കിട്ടിയത് എന്നൊരു ഫോക്ക് എറ്റിമോളജി ഉണ്ടെങ്കിലും അതിന് കാര്യമായ വാസ്തവമൊന്നുമില്ല. ഈ ഒരു ഘട്ടത്തിലും പക്ഷേ മണിക്കൂറുകൾ കാണിക്കാമെന്നേ ആവുന്നുള്ളൂ. സമയനിർണ്ണയത്തിലെ മിനിറ്റ് ലെവൽ പ്രിസിഷൻ അപ്പോഴും ശാസ്ത്രത്തിന്റെ പരിധിക്ക് പുറത്തായിരുന്നു. നിലവിൽ ഉപയോഗത്തിലിരുന്ന ടെക്നോളജികളെ പരിഷ്കരിച്ചതുകൊണ്ട് അത് സാധിക്കുമായിരുന്നില്ല. ഏറെ റാഡിക്കലായ കണ്ടുപിടുത്തം നടത്തുന്നത് 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഡച്ച് ശാസ്ത്രജ്ഞനായ ക്രിസ്റ്റ്യൻ ഹ്യൂഗൻസ് ആണ്. അതിനും അരനൂറ്റാണ്ട് മുമ്പ് ഗലീലിയോ ഗലീലി എന്ന ശാസ്ത്രജ്ഞൻ പെൻഡുലങ്ങളുടെ കാര്യത്തിൽ കണ്ടെത്തിയ ഐസോക്രോണിസം എന്ന തത്വത്തിന്റെ ക്ലോക്ക് നിർമ്മാണത്തിലേക്കുള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആയിരുന്നു ഹ്യൂഗൻസിൻ്റെത്. ഹ്യൂഗൻസ് CE 1957 പേറ്റന്റ് എടുത്ത പെൻഡുലം ക്ലോക്കാണ് ചരിത്രത്തിൽ ആദ്യമായി സെക്കൻഡ് ലെവൽ പ്രിസിഷൻ ടൈം കീപ്പിംഗിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു തവണ പെൻഡുലം ആടി തീരുമ്പോൾ ക്ലോക്കിനുള്ളിലെ ഒരു വെയിറ്റഡ് വീൽ ഒരു സ്റ്റെപ്പ് കറങ്ങും. വീണ്ടും ഒരു റൗണ്ട് കൂടി പെൻഡുലം ആടി വരുമ്പോഴേക്കും വീണ്ടും ഒരു സ്റ്റെപ്പ് കൂടി ഈ വെയിറ്റഡ് വീൽ കറങ്ങും. ഇതാണ് നമ്മൾ ക്ലോക്കുകളിൽ നിന്ന് കേൾക്കുന്ന ടിക്ടോക്ക് ശബ്ദം. തൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ ഡിസൈൻ പൂർത്തിയാക്കിയ ശേഷം ഹ്യൂഗൻസ് അത് നിർമ്മിക്കുന്ന പണി ലോക്കൽ വാച്ച് ഡിസൈനറായിട്ടുള്ള സലോമൺ കോസ്റ്ററിന് ഔട്ട്സോഴ്സ് ചെയ്തു. താരതമ്യേന കുറഞ്ഞ വലിപ്പത്തിലുള്ള ഒരു ഡൊമസ്റ്റിക് സ്റ്റൈൽ ക്ലോക്ക് ആയിരുന്നു അത്. അന്ന് കോസ്റ്റർ നിർമ്മിച്ച പെൻഡുലം ക്ലോക്കുകളിൽ ഒന്ന് ഇന്നും നെതർലൻഡ്സിലെ ലെയ്ഡനിലുള്ള ബോർഹാവെ മ്യൂസിയത്തിൽ പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട്. അതുവരെ ദിവസത്തിൽ 15 മിനിറ്റ് എന്ന നിലവിലെ മെക്കാനിക്കൽ ക്ലോക്കുകൾക്ക് ഉണ്ടായിരുന്ന എററിനെ ഹ്യൂഗൻസിന്റെ പുതിയ പെൻഡുലം ക്ലോക്ക് ഡിസൈൻ ദിവസത്തിൽ 15 സെക്കൻഡ് എന്നാക്കി ചുരുക്കുന്നു. പിന്നീട് അങ്ങോട്ട് കടന്നു വന്ന പരിഷ്കരണങ്ങൾ ഈ എററിനെ വീണ്ടും കുറച്ചു കൊണ്ടുവന്നു. പെൻഡുലം ടെക്നോളജിയുടെ ആവിർഭാവം അന്നുവരെ ക്ലോക്കുകൾക്ക് ഉണ്ടായിരുന്ന അക്യുറസി പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിച്ചുവെങ്കിലും പോർട്ടബിൾ വാച്ചുകളുടെ കാര്യത്തിൽ അപ്പോഴും അതേ കൃത്യത ആർജിച്ചെടുക്കാൻ ആർക്കും സാധിച്ചിട്ടില്ലായിരുന്നു. 1950 ആയപ്പോഴേക്കും നേരത്തെ വന്ന മെയിൻ സ്പ്രിംഗ് പവർഡ് ന്യൂറംബർഗ് എഗ്സ് ആയിരുന്നു എല്ലാവരും പോർട്ടബിൾ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ടൈം പീസുകൾ. എന്നാൽ ഈ യന്ത്രങ്ങൾക്ക് ഒരു ദിവസം എങ്ങനെ പോയാലും 1 മുതൽ 2 മണിക്കൂർ വരെയൊക്കെ സമയ വ്യത്യാസം ഉണ്ടാകുമായിരുന്നു. ക്ലോക്കുകളിലെ പെൻഡുലം ടെക്നോളജി അതുപോലെ പോർട്ടബിൾ വാച്ചുകളിലേക്ക് അഡാപ്റ്റ് ചെയ്യാനും പറ്റില്ലായിരുന്നു. കാരണം പെൻഡുലം വർക്ക് ചെയ്തിരുന്നത് ഗ്രാവിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. അത് പ്രവർത്തിക്കാൻ ചുവരിന്മേൽ വെർട്ടിക്കലായിട്ട് തൂക്കിയിടുന്ന സംവിധാനം അത്യാവശ്യമാണ്. പോക്കറ്റ് വാച്ച് പോലെ കീശയിലിട്ടാൽ അല്ലെങ്കിൽ ഫ്ലാറ്റാക്കി മേശപ്പുറത്ത് വല്ലതും വെച്ചാൽ പെൻഡുലം സ്റ്റക്കായി പോകും. ക്ലോക്കിന് പെൻഡുലം എന്ന പോലെ പോക്കറ്റ് വാച്ചിന് വേണ്ടി പോർട്ടബിൾ ആയിട്ടുള്ള കുറച്ചുകൂടി വലിപ്പം കുറഞ്ഞ എന്തെങ്കിലും ഒന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ഹ്യൂഗൻസ് പിന്നീട് ശ്രമിച്ചത്. ആ ശ്രമങ്ങൾക്കൊടുവിൽ അദ്ദേഹം ഇലാസ്റ്റിസിറ്റിയെ ടൈം മെഷർമെന്റിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് കണ്ടെത്തുന്നു. ഹെയർ സ്പ്രിംഗ് എന്നൊക്കെ വിളിച്ചിരുന്ന ഒരു മൈക്രോസ്കോപ്പിക് സ്പൈറൽ റിബൺ സ്പ്രിങ്ങിന് ഒരു പോക്കറ്റ് വാച്ചിൽ പെൻഡുലം ക്ലോക്കിൽ കൊണ്ടുവരുന്ന അതേ കൃത്യത കൊണ്ടുവരാനാകുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ സ്പ്രിങ്ങിനെ കറങ്ങുന്ന ഒരു ബാലൻസ് വീലിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് ഹ്യൂഗൻസ് ആ ഡിസൈൻ യാഥാർത്ഥ്യമാക്കുന്നത്. മെയിൻ സ്പ്രിംഗ് വാച്ചുകളുടെ കൃത്യതക്കുറവ് ഹ്യൂഗൻസ് പരിഹരിച്ചത് സ്പൈറൽ ബാലൻസ് സ്പ്രിങ്ങിന്റെ ഓസിലേഷനുകളെ പെൻഡുലത്തിന് ഇതുപോലെ ഐസോക്രോണസ് ആക്കിക്കൊണ്ടാണ്. തൻ്റെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഐഡിയ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഐസാക് തൂറട്ട് എന്നൊരു മാസ്റ്റർ ക്രാഫ്റ്റ്മാനെ അത് നിർമ്മാണത്തിന് അദ്ദേഹം ചുമതലപ്പെടുത്തി. 1975 ഫെബ്രുവരിയിൽ തൻ്റെ ഡ്രീം പ്രൊഡക്റ്റ് ഹ്യൂഗൻസ് ആദ്യം ഫ്രഞ്ച് അക്കാഡമി ഓഫ് സയൻസസിലും പിന്നാലെ റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടനിലും പ്രസന്റ് ചെയ്തു. തൂററ്റിന്റെ ഈ പുതിയ സ്പ്രിംഗ് ഡിസൈൻ അന്നുവരെ ന്യൂറംബർഗ് പോക്കറ്റ് വാച്ചുകളിൽ ഉണ്ടായിരുന്ന മണിക്കൂർ കണക്കിനുള്ള കൃത്യതക്കുറവിനെ മിനിറ്റുകളിലേക്ക് ചുരുക്കുന്നു. ഏതാണ്ട് ആ സമയത്ത് തന്നെ ഇങ്ങനൊരു ഡിസൈൻ ഉണ്ടാക്കിയിരുന്ന റോബർട്ട് ഹുക്ക് എന്ന ഒരു ബ്രിട്ടീഷ് ഗവേഷകനുമായിട്ട് ഹ്യൂഗൻസ് ഒരു പേറ്റന്റ് പോരാട്ടത്തിലും ഇക്കാലത്ത് ഏർപ്പെടുന്നുണ്ട്. പെൻഡുലം ക്ലോക്കുകളും ബാലൻസ് സ്പ്രിംഗ് പോക്കറ്റ് വാച്ചുകളും കരയിൽ സമയത്തിന് കൃത്യത നൽകി. എന്നാൽ വ്യവസായ വിപ്ലവത്തിൽ നിന്നുണ്ടായ ചരക്കുകളുടെ ഗതാഗതത്തിനും മറ്റാവശ്യങ്ങൾക്കുള്ള ഭൂഖണ്ഡാന്തര യാത്രകൾക്കും വേണ്ടി കപ്പൽ ഗതാഗതം നിരന്തരം വേണ്ടി വന്നപ്പോൾ പുതിയ പ്രശ്നങ്ങൾ ഉടലെടുത്തു. ഒന്ന്, പെൻഡുലം ക്ലോക്കുകൾ കടലിൽ മോശം കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന പിച്ചിങ്ങിലും റോളിങ്ങിലും കൃത്യമായിട്ട് പ്രവർത്തിച്ചിരുന്നില്ല. രണ്ട്, ഇനി കടൽ ശാന്തമാണെങ്കിൽ തന്നെ കടലിലെ യാത്രക്കിടയിൽ ഭൂഗുരുത്വത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതിൻ്റെ കൃത്യതയെ ബാധിച്ചിരുന്നു. ധ്രുവങ്ങളോടടുത്തിരിക്കുന്ന പ്രദേശങ്ങളിൽ കടലിലും അതുപോലെ ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന ഇടങ്ങളിലും ലണ്ടനിലുള്ള ഗ്രാവിറ്റി അല്ല ഉണ്ടാവുക. ഇനി പെൻഡുലം ക്ലോക്കിന് പകരം ബാലൻസ് സ്പ്രിംഗ് പോക്കറ്റ് വാച്ചാണ് എന്ന് കരുതുക. അപ്പോഴും മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ കപ്പലുകൾക്ക് കരീബിയൻ കടലിലെ ചുട്ടുപൊള്ളുന്ന ചൂടിലും നോർത്ത് സീയിലെ ഫ്രീസിംഗ് വെതറിലും ഒരുപോലെ പോകേണ്ടിയിരുന്നു. ചൂട് കൂടിയാൽ മെറ്റൽ സ്പ്രിംഗ് എക്സ്പാൻഡ് ആകും, തണുപ്പിൽ ഇതേ മെറ്റൽ സ്പ്രിംഗ് കോൺട്രാക്റ്റ് ആകും. അതുകൊണ്ട് തന്നെ ചൂടിൽ വാച്ച് കൂടുതൽ സ്പീഡിൽ ഓടും, തണുപ്പത്ത് അത് സ്ലോ ആകും. അതുപോലെ കടലിലെ ഉപ്പുരസമുള്ള കാറ്റടിക്കുമ്പോൾ ഈ സമയമാവരികളുടെ പാർട്സിൽ തുരുമ്പ് പിടിക്കാനും അത് കാരണമാകും. അതുപോലെ കടുത്ത തണുപ്പിൽ ഈ യന്ത്രങ്ങൾക്കുള്ളിലെ ലൂബ്രിക്കൻറ്റുകൾ കട്ട പിടിച്ചു പോവുകയും ചെയ്യും. ഇതിലൊക്കെ പറഞ്ഞിട്ടും ചോദ്യം ബാക്കിയാണ്. കപ്പലോട്ടുന്ന നാവികന്റെ ടൈം പീസ് കുറച്ചു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി സമയം കാണിച്ചാൽ എന്താണ് പ്രശ്നം? ഇവിടെയാണ് ലോഞ്ചിറ്റ്യൂഡ് അഥവാ രേഖാംശത്തിൻ്റെ ഇഷ്യൂ കടന്നു വരുന്നത്. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ലോക ഭൂപടത്തിൽ കടലിൽ ഒരു കപ്പൽ എത്ര കിഴക്കാണ് പടിഞ്ഞാറാണ് എന്ന് കൃത്യമായി പറയാൻ വേണ്ടി ഭൂഗോളത്തെ 360 ഡിഗ്രി ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണ് ഉള്ളത് എന്നുകൊണ്ട്
ഒരു മണിക്കൂർ എന്ന് പറയുന്നത് ഈ 360 ഡിഗ്രിയിൽ 15 ഡിഗ്രിയാണ്. ഭൂമധ്യരേഖയിൽ ലോഞ്ചിറ്റ്യൂഡിൻ്റെ 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 നോട്ടിക്കൽ മൈൽ ദൂരത്തിന് തുല്യമാണ്. അതായത് കടലിൽ വെച്ച് ക്ലോക്കിലോ വാച്ചിലോ 1 മിനിറ്റ് സമയത്തിൽ എറർ വന്നാൽ അത് 15 നോട്ടിക്കൽ മൈലിൻ്റെ തെറ്റ് ദൂരം കണക്കാക്കുന്നതിൽ വരുത്തും. 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സ്പ്രിംഗ് ബേസ്ഡ് വാച്ചുകൾ ചുരുങ്ങിയത് ഒരു ദിവസത്തിൽ 3 മുതൽ 5 മിനിറ്റ് വരെ എറർ വരാറുണ്ട്. അതായത് യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള 3 മാസത്തെ കപ്പൽ യാത്ര കഴിയുമ്പോഴേക്കും ഒരു 7-8 മണിക്കൂറിൻ്റെ എറർ സമയത്തിൽ വരും. ഇതുവരെ പറഞ്ഞ കണക്ക് പ്രകാരം 100 കണക്കിന് നോട്ടിക്കൽ മൈലിൻ്റെ വ്യത്യാസം ഇതുകൊണ്ട് ദൂരം കണക്കാക്കുന്നതിൽ വരാം. അതായത് കപ്പിത്താന് തൻ്റെ കപ്പൽ കടലിൽ സേഫായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ അതോ കടൽ തീരത്തെ പാറക്കെട്ടുകളിൽ ഇടിച്ച് തകരാൻ പോവുകയാണോ എന്ന് മനസ്സിലാക്കാൻ യാതൊരു വഴിയുമില്ല. ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ നിരവധി കപ്പൽ ഛേദങ്ങൾ അക്കാലത്ത് നടക്കുകയും ചെയ്തിട്ടുണ്ട്. കടൽ യാത്രയിലും സമയം കൃത്യമായി കാണിക്കുന്ന രീതിയിൽ പുതിയ ഏതെങ്കിലും സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന വാച്ചുകൾ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് തന്നെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ട് മാറി. ഈ പ്രശ്നം പരിഹരിച്ച് കൃത്യതയുള്ള സമയമാപിനികൾ ഉണ്ടാക്കുന്നവർക്ക് 20,000 പൗണ്ട് വാഗ്ദാനം ചെയ്യുന്ന ദ ലോഞ്ചിറ്റ്യൂഡ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് 1714 പാസാക്കി. ഈ പ്രതിഫലം പലരെയും അന്നിങ്ങനെ ഒരു യന്ത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ ജീവിച്ചിരുന്ന ന്യൂട്ടൺ അടക്കമുള്ള പലരും വിശ്വസിച്ചിരുന്നത് ഈ ലോഞ്ചിറ്റ്യൂഡ് പ്രോബ്ലം നക്ഷത്രങ്ങളെ മാപ്പ് ചെയ്ത് മാത്രമേ പരിഹരിക്കാനാവൂ എന്നാണ്. എന്നാൽ ഈ പ്രശ്നം പുതിയൊരു സമയമാപിനി യന്ത്രം വഴി പരിഹരിക്കാമെന്ന് കരുതി അതിനിറങ്ങി പുറപ്പെടുന്നത് അന്നത്തെ മെയിൻ സ്ട്രീം ഇൻവെന്റർമാരോ അല്ലെങ്കിൽ അക്കാഡമിക് ഗവേഷകരോ ഒന്നുമല്ലായിരുന്നു. അത് കാർപ്പൻറ്ററായിട്ട് തുടങ്ങി വാച്ച് മേക്കറായിട്ട് മാറിയ ജോൺ ഹാരിസൺ ആയിരുന്നു. അടുത്ത 40 വർഷക്കാലം ഹാരിസൺ ആ സ്വപ്നത്തിനു വേണ്ടി കഠിനാധ്വാനം നടത്തി. കടലിലേക്ക് കൊണ്ടുവന്ന ഘടികാരങ്ങൾ നേരിട്ടിരുന്ന ഗ്രാവിറ്റി, ടെമ്പറേച്ചർ, റസ്റ്റിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഹാരിസൺ വരും വർഷങ്ങളിൽ കൗണ്ടർ ഓസിലേറ്റിംഗ് ബാലൻസ് വീലുകൾ, ബൈമെറ്റാലിക് സ്ട്രിപ്പുകൾ, ഗ്രാസ് ഹോപ്പർ എസ്കേപ്മെന്റ്, ലിഗ്നം വിറ്റ എന്ന പേരുള്ള ഒരു പ്രത്യേകതരം സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് മരം കൊണ്ടുള്ള ഇന്റേണൽ ഗിയറുകൾ തുടങ്ങി പല പരിഷ്കാരങ്ങളും കൊണ്ടുവരുന്നു. ആദ്യത്തെ 3 പതിറ്റാണ്ട് കാലം കൊണ്ട് അദ്ദേഹം H1, H2, H3 എന്നിങ്ങനെ 3 മറൈൻ ടൈം കീപ്പറുകൾ നിർമ്മിച്ചുവെങ്കിലും അവയ്ക്ക് ഏതാണ്ട് 85 പൗണ്ട് വരെ ഭാരമുണ്ടായിരുന്നതുകൊണ്ട് പ്രാക്ടിക്കലി അതത്ര പ്രയോജനം ചെയ്തില്ല. അതിനുശേഷം ഹാരിസൺ വികസിപ്പിച്ചെടുത്ത H4 എന്ന ക്രോണോഗ്രാഫ് മോഡൽ ഹൈ ബീറ്റ് മൂവ്മെന്റ് എന്ന ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ് കൊണ്ട് വലിപ്പവും ഭാരവും കാര്യമായി കുറച്ച് കഷ്ടിച്ച് 3-4 പൗണ്ടിലേക്ക് എത്തിക്കുന്നു. അതോടെ അത് വെറും 5 ഇഞ്ച് മാത്രം ഡയമീറ്റർ ഉള്ള ഒരു പോക്കറ്റ് വാച്ച് പോലെ നിർമ്മിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1761 ഹാരിസൺ തൻ്റെ H4 മോഡൽ മറൈൻ ടൈം കീപ്പർ ഇംഗ്ലണ്ടിൽ നിന്ന് ജമൈക്കയിലേക്കുള്ള ഒരു കപ്പൽ യാത്രയിൽ പരീക്ഷിക്കുന്നു. നിരവധി കൊടുങ്കാറ്റുകളോടും കൂടിയും കുറഞ്ഞുമുള്ള താപനിലകളോടുമെല്ലാം മല്ലിട്ട് ഒടുവിൽ 81 ദിവസങ്ങൾക്ക് ശേഷം കപ്പൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിയപ്പോൾ അവർക്ക് ആകെ നഷ്ടമായത് വെറും 5 സെക്കൻഡ് സമയം മാത്രമാണ്. ഹാരിസൺ ഈ ഏറ്റവും അവസാനമായിട്ട് വികസിപ്പിച്ചെടുത്ത H4 ഒരു മാസ്റ്റർ പീസ് മറൈൻ ടൈം കീപ്പർ ആയിരുന്നുവെങ്കിലും അത് ഏറെ സങ്കീർണമായ, ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയിൽ വിപണിയിൽ ലഭ്യമാക്കാൻ പറ്റാത്ത ഒരു നിർമ്മിതിയായിരുന്നു. ജോൺ ആർണോൾഡ്, തോമസ് ഏൺഷോ എന്നീ ബ്രിട്ടീഷ് വാച്ച് നിർമ്മാതാക്കളാണ് ഹാരിസൺ ഡിസൈനുകൾ കൂടുതൽ ലളിതമാക്കുന്നതും സ്പ്രിംഗ് ഡിറ്റന്റ് എസ്കേപ്മെന്റ് പോലെയുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ അതിൻ്റെ ഡിസൈനിലേക്ക് അഡാപ്റ്റ് ചെയ്ത് അതിനെ കൂടുതൽ റിലയബിൾ ആക്കുന്നതും. അതോടെ ലക്ഷക്കണക്കിന് രൂപ ചെലവുള്ള ഒരു ആഡംബര യന്ത്രമായിരുന്ന മറൈൻ ടൈം പീസുകൾ നാവികസേനകൾക്കും കപ്പലുകൾക്കും താങ്ങാവുന്ന വിലയിൽ വൻതോതിൽ നിർമ്മിച്ചു വിൽക്കാൻ കമ്പനികൾക്ക് സാധിച്ചു തുടങ്ങി. അതുവരെ വാച്ചുകൾ എന്ന് പറഞ്ഞാൽ സമ്പന്നന്മാർ മാത്രം കയ്യിൽ കരുതിയിരുന്ന ആഡംബര വസ്തുക്കൾ മാത്രമായിരുന്നു. ഓരോന്നും വെവ്വേറെ പണിയെടുക്കേണ്ടി വന്നിരുന്നത് കൊണ്ട് അവയ്ക്ക് വലിയ വിലയുമുണ്ടായിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ അമേരിക്കയിൽ കാര്യങ്ങൾ മാറുന്നു. വാൾത്തം വാച്ച് കമ്പനി പോലെയുള്ള സ്ഥാപനങ്ങൾ മെഷീനുകൾ ഉപയോഗിച്ച് ഇന്റർചേഞ്ചബിൾ പാർട്സുകൾ വൻതോതിൽ നിർമ്മിക്കാൻ തുടങ്ങി. അതോടെ വാച്ചുകളുടെ നിർമ്മാണ ചെലവ് കുത്തനെ കുറഞ്ഞു. പിന്നീട് ഇംഗർസോൾ കമ്പനി വെറും $1 ഡോളർ വാച്ച് എന്ന പേരിൽ വാച്ചുകൾ വിപണിയിൽ ഇറക്കിയതോടെ സാധാരണ ഫാക്ടറി തൊഴിലാളികളുടെ കൈത്തണ്ടകളിൽ വരെ വാച്ചുകൾ വന്നു ചേർന്നു. അങ്ങനെ സമയം സമ്പന്നന്മാരുടെ മാത്രം കുത്തകയല്ലാതെയായി മാറി. നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചത് പോക്കറ്റിൽ കൊണ്ടു നടന്നിരുന്ന വാച്ചുകളെ കുറിച്ച് മാത്രമാണ്. ചരിത്രത്തിൽ ആദ്യമായി കൈത്തണ്ടയിൽ കെട്ടിവെക്കാവുന്ന ഒരു വാച്ച്, അതായത് ഇന്ന് നമ്മൾ റിസ്റ്റ് വാച്ച് എന്ന് വിളിക്കുന്ന സാധനം ഡിസൈൻ ചെയ്യുന്നത് 1810 ഫ്രഞ്ച് വാച്ച് നിർമ്മാതാവായിട്ടുള്ള എബ്രഹാം ലൂയി ബ്രോഗറ്റ് ആണ്. നെപ്പോളിയന്റെ സഹോദരിയായ നേപ്പിൾസ് രാജ്ഞി കരോളിൻ മുറാറ്റിന് വേണ്ടിയായിരുന്നു അത് ചെയ്തത്. പിന്നീട് 1868 പറ്റേക് ഫിലിപ്പ് ഹംഗേറിയൻ കൗണ്ടസ് കോസ്കോവിച്ചിന് വേണ്ടി ആദ്യത്തെ സ്വിസ് റിസ്റ്റ് വാച്ച് നിർമ്മിച്ചു. ഇങ്ങനെ ഒറ്റപ്പെട്ട ചില റിസ്റ്റ് ഡിസൈനുകൾ വന്നുവെങ്കിലും അക്കാലത്ത് അതൊക്കെയും സ്ത്രീകളുടെ ഓർണമെന്റൽ താല്പര്യങ്ങൾ എന്നേ കണക്കാക്കിയിരുന്നുള്ളൂ. അന്നത്തെ കുലീന പുരുഷവർഗം കൈത്തണ്ടയിൽ വാച്ച് കെട്ടുന്നതിനെ വലിയ പുച്ഛത്തോടെയാണ് കണ്ടിരുന്നത്. വളയിട്ടതുപോലെ എന്ന് അവർ അതിനെ പരിഹസിച്ചു. പുരുഷ പ്രൗഢിയുടെ പ്രതീകമായിട്ട് എല്ലാവരും അന്ന് കരുതിയിരുന്നത് കീശയിൽ കൊണ്ട് നടന്നിരുന്ന പോക്കറ്റ് വാച്ചുകളെ മാത്രമാണ്. ഈ മനോഭാവം അടിമുടി മാറി മറയുന്നത് യുദ്ധങ്ങളിൽ പടയാളികൾ നേരിട്ട ചില പ്രായോഗിക പ്രശ്നങ്ങൾക്ക് ശേഷമാണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബോവർ യുദ്ധത്തിലും പിന്നീട് 1-ാം ലോക മഹായുദ്ധത്തിലുമൊക്കെ പങ്കെടുത്ത സൈനികർക്ക് പോക്കറ്റ് വാച്ച് ഉപയോഗിക്കുന്നത് വലിയ പ്രയാസമുണ്ടാക്കി. തോക്കേന്തി ശത്രുക്കളോട് പോരാടി നിൽക്കുമ്പോൾ കീശയിൽ നിന്ന് പോക്കറ്റ് വാച്ച് പരതിയെടുത്ത് സമയം നോക്കുക എന്നത് അസാധ്യവും അപകടകരവുമായിരുന്നു. യുദ്ധമുഖത്ത് ഇങ്ങനൊരു പ്രതിസന്ധി നേരിട്ടപ്പോൾ സൈനികർ പോക്കറ്റ് വാച്ചുകളിൽ ചെറിയ ലെതർ സ്ട്രാപ്പുകൾ ഘടിപ്പിച്ച് കൈത്തണ്ടയിൽ കെട്ടി അത് പരിഹരിച്ചു.
ട്രഞ്ച് വാച്ചുകൾ എന്നറിയപ്പെടുന്ന ഈ പരിഷ്കാരം സൈനികർക്ക് കൃത്യസമയത്ത് നീക്കങ്ങൾ നടത്താൻ ഏറെ സഹായകരമായി. യുദ്ധത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടും ആ സൈനികരിൽ ചിലർ അങ്ങനെ വാച്ച് കെട്ടുന്നത് തുടർന്നുപോയി. യുദ്ധാനന്തരവും സൈനികർ നിലനിർത്തിയിരുന്ന വീരപ്രതിച്ഛായ അവരുടെ കൈകളിലെ വാച്ചുകളിലേക്കും സംക്രമിച്ചു. ആ ശൈലി വളരെ വേഗത്തിൽ നാട്ടിലെ സാധാരണക്കാർക്കിടയിലും പ്രചാരത്തിൽ വന്നു. പുരുഷന്മാർ റിസ്റ്റ് വാച്ച് ധരിക്കുന്നത് അതോടെ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറി. അതിന് പിന്നാലെ അന്നുവരെ പ്രൗഢിയുടെ പ്രതീകമായിരുന്ന പോക്കറ്റ് വാച്ചുകൾ ഒബ്സൊലീറ്റ് ആയതും അധികം വൈകാതെ വാച്ച് കമ്പനികൾ അവരുടെ പ്രൊഡക്ഷൻ അവസാനിപ്പിച്ചതുമൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അതുപോലെ പണ്ട് മുതൽക്ക് തന്നെ ജനം റിസ്റ്റ് വാച്ച് ഇടത്തെ കൈയിൽ ധരിച്ച് ശീലിച്ചതിനും ഒരു കാരണമുണ്ട്. അന്നത്തെ കാലത്ത് വാച്ച് ഉപയോഗിക്കുന്നവരിൽ ഭൂരിഭാഗവും വലങ്കയ്യന്മാരായിരുന്നു. അവർക്ക് ഡോമിനന്റ് ഹാൻഡ് ആയിട്ടുള്ള വലത്തെ കൈയുടെ മണിബന്ധത്തിൽ വാച്ച് ധരിക്കുന്നത് പലതരത്തിലും അസൗകര്യമായിരുന്നു. എഴുതുമ്പോഴും മറ്റു പണികൾ എടുക്കുമ്പോഴുമൊക്കെ വാച്ചുകൾ വല്ലയിടത്തും ഉരസി പോറലോ കേടുപാടോ ഒക്കെ സംഭവിക്കുമായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മുടെ നോൺ ഡോമിനന്റ് ഹാൻഡ് ആയിട്ടുള്ള ലെഫ്റ്റ് ഹാൻഡിന്റെ റിസ്റ്റിൽ വാച്ച് ധരിക്കുന്ന ശീലം ഉണ്ടായി വന്നത്. കൂടാതെ പഴയ മെക്കാനിക്കൽ വാച്ചുകൾ ഇടയ്ക്കിടയ്ക്ക് വൈൻഡ് ചെയ്യേണ്ടി വന്നിരുന്നു. അതിനുവേണ്ടിയുള്ള ഒരു കുഞ്ഞു ക്രൗൺ വാച്ച് കേസിന്റെ വലത്തെ സൈഡിലാണ് കൊടുത്തിരുന്നത്. വാച്ച് ഇടത്തെ കൈയിൽ കെട്ടിയാൽ വലത്തെ കൈ കൊണ്ട് ഈ ക്രൗൺ അനായാസം തിരിച്ച് എളുപ്പത്തിൽ വാച്ച് വൈൻഡ് ചെയ്യാനും സമയം സെറ്റ് ചെയ്യാനും പറ്റുമായിരുന്നു. തിരിച്ചാണ് കെട്ടിയിരുന്നതെങ്കിൽ ഇത് പ്രയാസമായിരുന്നേനെ. എന്നാൽ ഇന്ന് നമുക്ക് സുപരിചിതരായിട്ടുള്ള പല സെലിബ്രിറ്റികളും അവരുടെ വലത്തെ കൈയിൽ വാച്ച് ധരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. ആഴക്കടലിലെ വിപരീത സാഹചര്യങ്ങളെ തോൽപ്പിച്ച് കപ്പലുകളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ മറൈൻ ക്രോണോമീറ്ററുകൾ സഹായിച്ചുവെങ്കിലും 19ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്തോടെ ലോകത്തിന് പുതിയൊരു പ്രതിസന്ധി നേരിടേണ്ടി വന്നു. ഇക്കാലത്താണ് വ്യാവസായിക വിപ്ലവത്തിന്റെ തുടർച്ചയായി ഇംഗ്ലണ്ടിൽ റെയിൽവേ സംവിധാനം നിലവിൽ വരുന്നത്. അന്ന് ഇംഗ്ലണ്ടിലെ ഓരോ നഗരവും അതാതിന്റെ സൗകര്യത്തിനനുസരിച്ചാണ് അവിടുത്തെ സമയം സെറ്റ് ചെയ്തിരുന്നത്. ഉദാഹരണത്തിന് ലണ്ടനിലെ സമയവും ലിവർപൂളിലെ സമയവും തമ്മിൽ ഏതാണ്ട് 12 മിനിറ്റിന് വ്യത്യാസം ഉണ്ടായിരുന്നുവെങ്കിൽ പ്ലിമത്തിലെ സമയമായിട്ടുള്ള വ്യത്യാസം ഏതാണ്ട് 15 മിനിറ്റോളമാണ്. ഈ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് തീവണ്ടികൾ ഓടിത്തുടങ്ങിയതോടെ ലോക്കോ പൈലറ്റുമാർക്ക് സമയത്തിന്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള ആശയക്കുഴപ്പം പതിവായി. 1940 വെസ്റ്റേൺ റെയിൽവേ കമ്പനി അതിന്റെ സർവീസ് സ്റ്റേഷനുകൾക്കൊക്കെയും ലണ്ടൻ ടൈം എന്നറിയപ്പെട്ടിരുന്ന ഗ്രെനിച്ച് റോയൽ ഒബ്സർവേറ്ററിയിൽ ട്രാക്ക് ചെയ്യപ്പെട്ടിരുന്ന സമയം പാലിക്കാൻ നിർദ്ദേശം കൊടുത്തു. അന്ന് ബ്രിട്ടീഷ് പാർലമെന്റിലെ അംഗമായിരുന്ന റെയിൽവേ ബിസിനസ് ടൈക്കൂൺ ഹെൻറി ബൂത്ത് രാജ്യത്തെ സകല ക്ലോക്കുകളും യൂണിഫൈഡ് ടൈം എന്ന് അദ്ദേഹം വിളിച്ച ഏകീകൃത സമയം പാലിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമനിർമ്മാണത്തിനു വേണ്ടിയും ലോബിംഗ് നടത്തി. 1850ഓടെ ബ്രിട്ടനിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകൾക്കും ഗ്രെനിച്ചിൽ നിന്ന് ആയുടെ രാജ്യത്ത് നിലവിൽ വന്ന ടെലിഗ്രാഫ് ലൈനുകൾ വഴി ടൈം സിഗ്നലൈസിംഗ് സിഗ്നലുകളും കിട്ടാൻ തുടങ്ങി. 1880 ബ്രിട്ടീഷ് പാർലമെന്റ് നമ്മളിന്ന് ഗ്രെനിച്ച് മീൻ ടൈം അഥവാ GMT എന്ന പേരിൽ അറിയുന്ന ലണ്ടൻ ടൈം ഇംഗ്ലണ്ടിന്റെ നാഷണൽ ടൈം സ്റ്റാൻഡേർഡ് ആക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു നിയമം പാസാക്കി. 1884 ഇന്റർനാഷണൽ മെറിഡിയൻ കോൺഫറൻസ് ഗ്രെനിച്ചിലൂടെ കടന്നു പോകുന്ന 0 ഡിഗ്രി രേഖാംശ രേഖയെ ലോകത്തിന്റെ പ്രൈം മെറിഡിയനായിട്ട് സ്വീകരിക്കാൻ ശുപാർശ ചെയ്തു. പിന്നീട് ആഗോള സമയ മേഖലകൾ നിർണ്ണയിക്കുന്നതിനുള്ള അടിസ്ഥാന രേഖയായി ഈ സമയം മാറി. അതായത് ഭൂപടത്തെ ഗ്രെനിച്ചിലൂടെ കടന്നു പോകുന്ന ലംബരേഖയ്ക്ക് 15 ഡിഗ്രി വീതം ഇടവിട്ടുള്ള ഖണ്ഡങ്ങളായി വിഭജിച്ച് ലണ്ടനിൽ നിന്ന് ആ സ്ഥലങ്ങൾ എത്ര ദൂരെയാണ് കിടക്കുന്നത് എന്നതിനനുസരിച്ച് അവിടുത്തെ സമയങ്ങൾക്ക് മണിക്കൂറുകളും മിനിറ്റുകളുമുള്ള വ്യത്യാസങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. പിന്നീട് അങ്ങോട്ടുള്ള കാലത്ത് ശാസ്ത്രം പുരോഗമിച്ച് വമ്പിച്ച സാങ്കേതിക വിപ്ലവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ റെയിൽവേ, ടെലിഗ്രാഫ്, വിവിധ വ്യവസായങ്ങൾ, ഏറ്റവും കൂടുതലായിട്ട് എയർലൈൻ ഇൻഡസ്ട്രി എന്നിവിടങ്ങളിൽ ഈ യൂണിഫൈഡ് ടൈമും ഇന്റർനാഷണൽ ടൈം സോണുകളുമൊക്കെ കാര്യമായിട്ടുള്ള സ്വാധീനം തന്നെ ചെലുത്തിയിട്ടുണ്ട്. എന്നാൽ ഘടികാരം മനുഷ്യനെ സമയം അറിയാൻ സഹായിക്കുക മാത്രമല്ല ചെയ്തത്, മനുഷ്യ ജീവിതത്തെ തന്നെ അത് പുനഃക്രമീകരിച്ചു. വ്യവസായ വിപ്ലവത്തോടെ ഫാക്ടറികളിലെ ജോലി സമയം, മണിക്കൂർ അടിസ്ഥാനത്തിലുള്ള വേതനം, സ്കൂൾ മണി, റെയിൽവേ സമയ പട്ടിക, ഓഫീസ് ഹാജർ, സൈനിക നീക്കങ്ങൾ ഇതെല്ലാം ഘടികാര സമയത്തിന് നിയന്ത്രണത്തിലായി. ചരിത്രകാരനായിട്ടുള്ള EP തോംസൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ജോലി ചെയ്തു പൂർത്തിയാക്കുന്നതിനെ അടിസ്ഥാനമാക്കിയിരുന്ന പഴയ തൊഴിൽ ക്രമത്തിൽ നിന്ന് മണിക്കൂറും മിനിറ്റും കണക്കാക്കിയ പുതിയ വ്യാവസായിക തൊഴിൽ ക്രമത്തിലേക്കുള്ള ഒരു വലിയ മാറ്റമായിരുന്നു അത്. സമയം അളക്കാൻ വേണ്ടി മനുഷ്യൻ നിർമ്മിച്ച ഘടികാരം അങ്ങനെ മനുഷ്യന്റെ അധ്വാനത്തെയും അളക്കാൻ വേണ്ടി ഉപയോഗിച്ചു തുടങ്ങി. അതുവരെ മെക്കാനിക്കൽ ഗിയറുകളെയും സ്പ്രിങ്ങുകളെയും മാത്രം ആശ്രയിച്ച് പ്രവർത്തിച്ചിരുന്ന ഘടികാര നിർമ്മാണ രംഗത്ത് അടുത്ത വലിയ മാറ്റത്തിന് വഴിയൊരുക്കിയത് വൈദ്യുതിയുടെ പ്രായോഗിക ഉപയോഗമാണ്. 1800 അലസാൻഡ്രോ വോൾട്ട വികസിപ്പിച്ച ഇലക്ട്രിക് സെൽ തുടർച്ചയായി വൈദ്യുതധാര ലഭ്യമാക്കുന്ന ആദ്യകാല പ്രായോഗിക സംവിധാനങ്ങളിൽ ഒന്നായിട്ട് മാറി. 1840 സ്കോട്ടിഷ് ഇൻവെന്ററായിട്ടുള്ള അലക്സാണ്ടർ ബെയിൻ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് ക്ലോക്കുകൾക്ക് പേറ്റന്റ് എടുത്തു. ഇത് മാസ്റ്റർ സ്ലേവ് ക്ലോക്ക് സിസ്റ്റം എന്ന ആശയത്തിന് തുടക്കമിട്ടു. അതായത് വലിയ ഫാക്ടറികളിലോ റെയിൽവേ ഹബ്ബുകളിലോ ഒക്കെയുള്ള ഒരൊറ്റ മെയിൻ മാസ്റ്റർ ക്ലോക്ക് ഇലക്ട്രിക് വയറുകൾ വഴി അതുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള മറ്റ് ഡസൻ കണക്കിനുള്ള സ്ലേവ് ക്ലോക്കുകളെ ഒരേ സമയം ഒരേ കൃത്യതയിൽ നിയന്ത്രിക്കുന്ന ഒരു വിദ്യയായിരുന്നു അത്. ഇങ്ങനെ ക്ലോക്കുകൾ മെക്കാനിക്കൽ സംവിധാനത്തിൽ നിന്ന് ഇലക്ട്രിക് കാലഘട്ടത്തിലേക്ക് ചുവടുവെച്ചു. 1927 ബെൽ ടെലിഫോൺ ലബോറട്ടറീസിൽ ലോകത്തിലെ ആദ്യത്തെ ക്വാർട്സ് ക്ലോക്ക് കണ്ടുപിടിക്കപ്പെട്ടതായിരുന്നു ക്ലോക്ക് മേക്കിങ്ങിലെ അടുത്ത വിപ്ലവം. 1880 തന്നെ പീസോ ഇലക്ട്രിസിറ്റി എന്ന പ്രഭാവം പിയറി, ജാക്കോസ് ക്യൂറി സഹോദരന്മാർ ചേർന്ന് കണ്ടെത്തിയിരുന്നുവെങ്കിലും അതിൻ്റെ ക്ലോക്ക് മേക്കിങ്ങിലേക്കുള്ള അപ്ലിക്കേഷൻ വരുന്നത് 1927 മാത്രമാണ്. ബെൽ ലാബ്സിലെ ഗവേഷകരായിരുന്ന വോറൻ മാരിസൺ, JW ഹോട്ടൺ എന്നിവർ ചേർന്ന് ലോകത്തിലെ ആദ്യത്തെ ക്വാർട്സ് ക്ലോക്ക് വികസിപ്പിച്ചെടുക്കുന്നു. സിലിക്കൺ ഡയോക്സൈഡിൻ്റെ ക്രിസ്റ്റൽ രൂപമാണ് ക്വാർട്സ്. അതിനൊരു പ്രത്യേക ഭൗതിക സ്വഭാവമുണ്ട്.
വൈദ്യുത വോൾട്ടേജ് പ്രയോഗിക്കുമ്പോൾ ക്വാർട്സ് ക്രിസ്റ്റൽ വളരെ സ്ഥിരമായ ആവൃത്തിയിൽ കമ്പനം ചെയ്യും. ഈ കമ്പനങ്ങളുടെ എണ്ണം ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ വഴി കണക്കാക്കിക്കൊണ്ടാണ് സെക്കൻഡും മിനിറ്റും മണിക്കൂറും നിർണ്ണയിക്കുന്നത്. ഈ ക്വാർട്സ് ക്ലോക്കുകൾ മറ്റേതൊരു മെക്കാനിക്കൽ ക്ലോക്കിനേക്കാളും കൂടുതൽ അക്യൂറേറ്റ് ആയിരുന്നു. മാസത്തിൽ ഏറി വന്നാൽ ഏതാനും സെക്കൻഡുകളുടെ മാത്രം എററാണ് വരിക. എന്നു മാത്രമല്ല, താപനില, പൊസിഷൻ എന്നിവയുടെ മാറ്റത്തോടും അത്രയ്ക്ക് സെൻസിറ്റീവ് ആയിരുന്നില്ല ഈ ക്വാർട്സ് ക്ലോക്കുകൾ. ആദ്യഘട്ടത്തിൽ ക്വാർട്സ് വാച്ചുകൾ വലിപ്പം കൂടുതലുള്ള ലബോറട്ടറി എക്യുപ്മെന്റുകൾ ആയിരുന്നുവെങ്കിലും ഇലക്ട്രോണിക്സ് ഫീൽഡിലുണ്ടായ വിപ്ലവം അതിന്റെ സൈസ് കുറച്ചു. 20ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ക്വാർട്സ് ടെക്നോളജി വാച്ചുകളിലേക്കും എത്തി. 1969 സീക്കോ ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ ക്വാർട്സ് റിസ്റ്റ് വാച്ച് വിപണിയിൽ ഇറക്കി. അതോടെ വാച്ചുകളിൽ സമയ കൃത്യത എന്നത് കൂടുതൽ പ്രധാനമായി തുടങ്ങി. നമ്മളിതിൻ്റെ ഒരു പ്രോഗ്രഷൻ നോക്കുകയാണെങ്കിൽ സമയമാപനങ്ങളുടെ ചരിത്രത്തിൽ മെക്കാനിക്കൽ യുഗത്തിൽ ആഴ്ചയിൽ ഏതാനും മിനിറ്റിന്റെ എറർ സ്വീകാര്യമായിരുന്നു. ക്വാർട്സ് ടെക്നോളജി എത്തുന്നതിന് മുമ്പ് വരെയുള്ള കാലത്ത് മാസത്തിൽ ഏതാനും സെക്കൻഡുകളുടെ വരെ എറർ ഓക്കെ ആയിരുന്നു. എന്നാൽ അവിടുന്ന് അങ്ങോട്ട് കൂടുതൽ കൃത്യതയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ പതിവായി. ആ പരിശ്രമങ്ങളിൽ പക്ഷേ ക്വാർട്സ് ടെക്നോളജി അവസാനത്തെ ചുവടുവെപ്പായിരുന്നില്ല. അതേ നൂറ്റാണ്ടിൽ തന്നെ ആറ്റങ്ങളുടെ ഘടന പഠിക്കുകയായിരുന്ന ഗവേഷകർ ഒരു കാര്യം ശ്രദ്ധിച്ചു. അവയിലെ ചില ഇലക്ട്രോണുകളുടെ എനർജി ലെവലുകൾ മാറുമ്പോൾ അവ ചില പ്രത്യേക ഫ്രീക്വൻസികളിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ പുറപ്പെടുവിക്കുകയോ ആഗിരണം ചെയ്യുകയോ ചെയ്യും. ഈ ഫ്രീക്വൻസികൾ വളരെയധികം സ്റ്റേബിൾ ആയിരുന്നു. ഈ തത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 1949 US നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ്സ് ആദ്യത്തെ ആറ്റോമിക് ക്ലോക്ക് വികസിപ്പിച്ചെടുക്കുന്നു. 1955 ബ്രിട്ടനിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിൽ ലൂയി എസ് എൻ, ജാക്ക് പാരി എന്നിവർ ചേർന്ന് വികസിപ്പിച്ച സീഷ്യം അറ്റോമിക് ഘടികാരം ആറ്റോമിക് സമയനിർണ്ണയത്തിലെ നിർണായക മുന്നേറ്റമായി. 1967 സമയത്തെ തന്നെയല്ല, സമയത്തിന്റെ അന്താരാഷ്ട്ര ഏകകമായ സെക്കൻഡിനെയാണ് പുതിയ രീതിയിൽ നിർവചിച്ചത്. സീഷ്യം 133 ആറ്റത്തിലെ ഒരു നിർദ്ദിഷ്ട ഊർജ്ജമാറ്റവുമായി ബന്ധപ്പെട്ട വികിരണത്തിന്റെ 919,26,31,770 ആവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് ഒരു സെക്കൻഡ് എന്നതാണ് ആ നിർവചനത്തിന്റെ അടിസ്ഥാനം. ഈ നിർവചനം ക്ലോക്കുകളുടെ കൃത്യത കാര്യമായി വർദ്ധിപ്പിച്ചു. സമയത്തിലെ എറർ മില്യൺ കണക്കിന് വർഷങ്ങളിൽ ഏതാനും സെക്കൻഡുകൾ അംശങ്ങളിലേക്ക് ചുരുങ്ങി. ഒപ്റ്റിക്കൽ ലാറ്റിസ് ക്ലോക്കുകൾ പോലെ അറ്റോമിക് ക്ലോക്ക് രംഗത്തുണ്ടായ പുതിയ മുന്നേറ്റങ്ങൾ കൃത്യത വീണ്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ അറ്റോമിക് ക്ലോക്കുകൾ ഓഫർ ചെയ്യുന്ന കൃത്യതയാണ് ഇന്ന് നമ്മുടെ പല അഡ്വാൻസ് സിസ്റ്റങ്ങളുടെയും അടിത്തറ. സമയത്തിന്റെ കഥ ഇവിടെ എത്തുമ്പോൾ സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീനെ നമുക്ക് ഒഴിവാക്കാനാവില്ല. ന്യൂട്ടന്റെ ഭൗതികശാസ്ത്രത്തിൽ സമയം എല്ലായിടത്തും ഒരേ വേഗത്തിൽ ഒഴുകുന്ന ഒന്നായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഐൻസ്റ്റീന്റെ ആപേക്ഷികതാ സിദ്ധാന്തം ആ ധാരണ മാറ്റി. ചലനവേഗവും ഗുരുത്വാകർഷണവും അനുസരിച്ച് സമയം കടന്നുപോകുന്ന നിരക്കിൽ വ്യത്യാസമുണ്ടാകാം. അതായത് സമയം എല്ലാവർക്കും എല്ലായിടത്തും ഒരേ നിരക്കിൽ ഒഴുകുന്ന കേവലമായ ഒരളവല്ല. ഇതിന് ഏറ്റവും പരിചിതമായ ഒരു ഉദാഹരണം GPS ആണ്. ഉപഗ്രഹങ്ങളുടെ വേഗം കാരണം അവയിലെ ഘടികാരങ്ങൾ സ്പെഷ്യൽ റിലേറ്റിവിറ്റി പ്രകാരം ദിവസത്തിൽ ഏകദേശം 7 മൈക്രോ സെക്കൻഡ് പിന്നിലാകും. ഭൂമിയിൽ നിന്ന് വളരെ ഉയരത്തിലായതുകൊണ്ട് ഗുരുത്വാകർഷണം കുറവായിരിക്കുകയും ജനറൽ റിലേറ്റിവിറ്റി പ്രകാരം അവ ഏകദേശം 45 മൈക്രോ സെക്കൻഡ് മുന്നോട്ട് പോവുകയും ചെയ്യും. ഇത് രണ്ടും ചേർത്തുണ്ടാകുന്ന ഏകദേശം 38 മൈക്രോ സെക്കൻഡ് പ്രതിദിന വ്യത്യാസം തിരുത്തിയില്ല എങ്കിൽ GPS കൃത്യമായിട്ട് പ്രവർത്തിക്കുകയില്ല. GPS സാറ്റലൈറ്റുകൾ ഓൺബോർഡ് ആയിട്ടുള്ള ആറ്റോമിക് ക്ലോക്കുകളുണ്ട്. ഭൂതലത്തിൽ നിന്ന് റിസീവറുകൾ പല സാറ്റലൈറ്റുകളിൽ നിന്ന് വരുന്ന ഈ സിഗ്നലുകളെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് വളരെ കൃത്യമായി തന്നെയാണ് സമയം കണക്കാക്കുന്നത്. ആ ഒരു കൃത്യത ഇല്ലെങ്കിൽ നാവിഗേഷൻ എററുകൾ അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളും സിംഗ്രണൈസ് ടൈമിനെ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഡാറ്റ പാക്കറ്റുകൾ അവയുടെ ഭൂഖണ്ഡാന്തര യാത്ര നടത്തുന്നത് ഇന്ന് ഒരു സെക്കൻഡിന് എത്രയോ കുറഞ്ഞ അംശം കൊണ്ടാണ്. നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകൾ പോലും കൃത്യമായി ടൈം സ്റ്റാമ്പ്ഡ് ആയിട്ടാണ് നടക്കുന്നത്. അതുപോലെ പവർ ഗ്രിഡുകളും പല മേഖലകളിലെ ഫ്രീക്വൻസി ഏകോപിപ്പിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ സംവിധാനങ്ങൾക്കൊക്കെയും കൺസിസ്റ്റൻസി വളരെ അത്യാവശ്യമുള്ള ഒരു സംഗതിയാണ്. അതായത് അവയുടെ പ്രവർത്തനത്തിന് ഒരു നഗരത്തിലോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിലോ മാത്രം ഏകോപിതമായിട്ടുള്ള സമയക്രമം പോരാ. അതിന് ഭൂമിയിൽ മൊത്തമുള്ള സമയക്രമങ്ങൾ തമ്മിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു സിങ്ക്രണൈസേഷൻ വേണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അറ്റോമിക് ഘടികാരങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് BIPM അന്താരാഷ്ട്ര ആറ്റമിക് സമയം അഥവാ TAI കണക്കാക്കുന്നത്. ഈ TAI അടിസ്ഥാനമാക്കിയുള്ള UTC അഥവാ കോർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈം ഭൂമിയുടെ ഭ്രമണത്തിൽ നിന്നുണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങളുമായിട്ടും ഏകോപിപ്പിച്ചുകൊണ്ടാണ് നിലനിർത്തുന്നത്. ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് ഗവേഷകർ ഇന്നും TAI ആശ്രയിക്കുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ആഗോള സമയ അടിസ്ഥാനം UTC ആണ്. ഈ ആഗോള സമയ സംവിധാനത്തിൽ ഇന്ത്യക്കും സ്വന്തം കൃത്യമായ സമയ മാനദണ്ഡങ്ങളുണ്ട്. രാജ്യത്തിന്റെ ഔദ്യോഗിക സമയം നിലനിർത്താനുള്ള ചുമതല CSIR നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിക്കാണ്. സീഷ്യം അറ്റോമിക് ഘടികാരങ്ങളും ഹൈഡ്രജൻ മേസറുകളും ഉൾപ്പെടുന്ന അത്യന്തം കൃത്യതയുള്ള സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നിലനിർത്തപ്പെടുന്നത്. ഈ IST എന്ന് പറയുന്നത് UTCയേക്കാൾ 5 മണിക്കൂർ മുന്നിലാണ്. അങ്ങനെ നമ്മുടെ വീട്ടിലെ സാധാരണ ഘടികാരത്തിൽ കാണുന്ന സമയം പോലും ഒടുവിൽ ആഗോള അറ്റോമിക് സമയ ശൃംഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് എന്നർത്ഥം. ഒപ്റ്റിക്കൽ അറ്റോമിക് ക്ലോക്കുകൾ അസാധാരണമായിട്ടുള്ള കൃത്യതയും സ്ഥിരതയും കൈവരിക്കുന്നതായിട്ട് സമീപകാല ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നു. ആറ്റങ്ങളിലോ അയോണുകളിലോ ഉള്ള ഒപ്റ്റിക്കൽ ഫ്രീക്വൻസി സംക്രമണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഈ ക്ലോക്കുകൾക്ക് പരമ്പരാഗത മൈക്രോവേവ് അറ്റോമിക് ക്ലോക്കുകളെക്കാൾ ഉയർന്ന കൃത്യത കൈവരിക്കാൻ കഴിയും. 2025 NIST ഗവേഷകർ ഒപ്റ്റിക്കൽ ക്ലോക്കുകളുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിലും അതീവ കൃത്യതയുള്ള സമയ ആവൃത്തി സിഗ്നലുകൾ കൈമാറുന്നതിനുള്ള
അടക്കമുള്ള സാങ്കേതിക വിദ്യകളിലും ശ്രദ്ധേയമായ പുരോഗതി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായ നാവിഗേഷൻ, ആശയവിനിമയം, ശാസ്ത്രീയ അളവെടുപ്പുകൾ, ദൂരെയുള്ള ക്ലോക്കുകൾ തമ്മിലുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള താരതമ്യങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി പ്രയോഗങ്ങൾക്ക് ഈ മുന്നേറ്റങ്ങൾ വഴിയൊരുക്കുന്നു. കൃത്യമായ സമയനിർണ്ണയത്തിനും സമയ സമന്വയത്തിനുമുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യകതയാണ് ക്ലോക്ക് സാങ്കേതികവിദ്യ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രധാന പ്രേരണകളൊന്ന്. നാവിഗേഷൻ, ആശയവിനിമയം, കമ്പ്യൂട്ടിംഗ്, ധനകാര്യ ഇടപാടുകൾ, ശാസ്ത്രീയ പരീക്ഷണങ്ങൾ തുടങ്ങി ആധുനിക സാങ്കേതിക വിദ്യകളുടെ പല മേഖലകളും കൃത്യമായ സമയ സൂചനകളെ ആശ്രയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇനി വരുന്ന ഭാവിയിൽ ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ, ഓട്ടോണമസ് സിസ്റ്റങ്ങൾ, നൂതന ആശയവിനിമയ ശൃംഖലകൾ, അതിസൂക്ഷ്മ നാവിഗേഷൻ സംവിധാനങ്ങൾ, ബഹിരാകാശ ദൗത്യങ്ങൾ എന്നിവയിൽ ഉയർന്ന കൃത്യതയുള്ള ക്ലോക്കുകൾക്ക് നിർണായക പങ്ക് തന്നെ വഹിക്കാനാവും. അങ്ങനെ നോക്കുമ്പോൾ മെക്കാനിക്കൽ ക്ലോക്കുകളിൽ നിന്ന് ഇലക്ട്രോണിക് ക്ലോക്കുകളിലേക്കും തുടർന്ന് മൈക്രോവേവ് അറ്റോമിക് ക്ലോക്കുകളിലേക്കും ഇപ്പോൾ കൂടുതൽ കൃത്യതയുള്ള ഒപ്റ്റിക്കൽ അറ്റോമിക് ക്ലോക്കുകളിലേക്കുമുള്ള ഒരു തുടർച്ചയായ പരിണാമമാണ് സമയനിർണ്ണയ സാങ്കേതിക വിദ്യയിൽ നമ്മൾ ദർശിച്ചിട്ടുള്ളത്. ഭൗതികശാസ്ത്രത്തിലും എഞ്ചിനീയറിംഗിലും മനുഷ്യൻ കൈവരിച്ചിട്ടുള്ള പുരോഗതി സമയമളക്കുന്നതിനെ കൂടുതൽ കൃത്യവും സ്ഥിരതയുള്ളതുമാക്കുന്നതിനൊപ്പം ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കും നൂതന സാങ്കേതിക പ്രയോഗങ്ങൾക്കും കൂടുതൽ പ്രയോജനകരമാക്കുകയും ചെയ്യും. പണ്ട് സമയത്തിൻ്റെ കൃത്യതയ്ക്ക് വേണ്ടി നമ്മൾ ആകാശത്തേക്കാണ് നോക്കിയിരുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ ലബോറട്ടറികൾക്കുള്ളിൽ നിന്ന് തന്നെ അത് കണ്ടെത്താൻ നമുക്കാവുന്നുണ്ട്. സമയം എന്നത് ഇന്ന് വാച്ചുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. നമ്മൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ ഡിവൈസുകളിലും ഇന്ന് ടൈം എംബഡഡ് ആണ്. ഉദാഹരണത്തിന് നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ, ടെലിവിഷനുകളിൽ, വാഹനങ്ങളിൽ, ട്രെഡ്മില്ലുകളിൽ, എന്തിന് കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളിൽ വരെ ടൈം കീപ്പിംഗ് നടക്കുന്നുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ സമയം അളക്കാൻ വേണ്ടി മനുഷ്യൻ മെനക്കെട്ടത് കൂടുതൽ വേഗത്തിൽ, കൂടുതൽ എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ഇന്ന് അത് നേരെ തിരിച്ചായിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണുകളിൽ നിന്ന് നമുക്ക് നമ്മുടെ സ്ക്രീൻ ടൈം അറിയാം. നമ്മുടെ ഒരു ദിവസത്തെ ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യാനുള്ള നിരവധി ആപ്പുകളും കുഞ്ഞു ഗാഡ്ജറ്റുകളുമൊക്കെ ഇന്ന് ലഭ്യമാണ്. എന്തിന് നമുക്ക് ടെൻഷൻ ആവുന്നുണ്ടെങ്കിൽ പോലും അത് കണ്ടെത്തി നമുക്ക് വാർണിംഗ് തരാൻ ഇവയിൽ പലതിനുമാകും. നമ്മൾ വേണ്ടത്ര ഉറങ്ങുന്നില്ല എങ്കിൽ, ആവശ്യമില്ലാതെ നമ്മുടെ BP കൂടുന്നുണ്ട്, നമ്മുടെ പൾസ് കൂടുന്നുണ്ട് എങ്കിൽ ഈ യന്ത്രങ്ങൾ നമ്മളോട് ദയവായി ഒന്ന് അൺവൈൻഡ് ചെയ്യുമെന്ന് വളരെ സൗമ്യമായി തന്നെ അപേക്ഷിക്കും. ചുരുക്കത്തിൽ ഇന്നുവരെയുള്ള യുദ്ധം ലോകത്തിൻ്റെ പൾസിനോടൊപ്പം ഓടാനായിരുന്നുവെങ്കിൽ ഇനി അങ്ങോട്ടുള്ള മനുഷ്യൻ്റെ പോരാട്ടം ആ ബഹളങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്ന് തലച്ചോറിന് ഒരല്പം വിശ്രമം നൽകാൻ വേണ്ടിയുള്ളതാകും. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാതെ പോയ സമയത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യം അതിൻ്റെ ആപേക്ഷികതയുടെ ഒരു ഫിലോസഫിക്കൽ ആസ്പെക്റ്റാണ്. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് തന്നെ ആൽബർട്ട് ഐൻസ്റ്റൈൻ ഫലിത രൂപേണയാണെങ്കിലും അതൊന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പുട്ട് യുവർ ഹാൻഡ് ഓൺ എ ഹോട്ട് സ്റ്റവ് ഫോർ എ മിനിറ്റ് ആൻഡ് ഇറ്റ് സീംസ് ലൈക്ക് എൻ അവർ. സിറ്റ് വിത്ത് എ പ്രെറ്റി ഗേൾ ഫോർ എൻ അവർ ആൻഡ് ഇറ്റ് സീംസ് ലൈക്ക് എ മിനിറ്റ്. ദാറ്റ്സ് റിലേറ്റിവിറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ പ്രസിദ്ധ ഹിന്ദി കവി ഗുൽസാർ തൻ്റെ കിനാര എന്ന സിനിമയുടെ ഓഡിയോ കാസറ്റിൽ ജാനെ ക്യാ സോച്ച്കർ എന്ന ഗാനത്തിന് മുഖവരായിട്ട് പറയുന്ന ഒരു ഷെയർ ഈ ഫിലോസഫി കൃത്യമായിട്ട് പേർന്ന ഒന്നാണ്. കബി ജിന്ദഗി ഏക് പൽ മെ ഗുസർ ജാത്തി ഹൈ, കബി ജിന്ദഗി കാ ഏക് പൽ നഹി ഗുസർത്താ. അതായത് ചിലപ്പോൾ ജീവിതം ഒരു നിമിഷാന്ത നേരം കൊണ്ട് തീർന്നു പോകും, ചിലപ്പോൾ ഒരു നിമിഷം തീരാൻ ഒരു ആയുസ് മുഴുവൻ എടുത്തെന്നിരിക്കും എന്ന്. സമയം ഇങ്ങനെ കടന്നു കിട്ടാനുള്ള ഈ ആപേക്ഷിക വ്യത്യാസം അനുഭവിച്ച ജീവിതത്തിലെ ഏതെങ്കിലും ഒരു മുഹൂർത്തം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ? അത് എന്തുമാകാം. ഉദാഹരണത്തിന് ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഒരൊറ്റ ഗോളിൻ്റെ ലീഡിൽ കടിച്ചു തൂങ്ങി കിടക്കുമ്പോൾ ഇഞ്ചുറി ടൈമിലെ 3 മിനിറ്റ് ഒരുപക്ഷെ ഒരു യുഗം പോലെ അനുഭവപ്പെടാം. അതുപോലെ കോളേജ് ഹോസ്റ്റലിൽ നിന്നോ മറ്റോ വീട്ടിലേക്ക് എത്താൻ നിങ്ങൾ വൈകുന്ന 5 മിനിറ്റ് നേരം നിങ്ങളുടെ അമ്മയുടെ നെഞ്ചിൽ ഉമിറ്റിയായിട്ട് കത്തും. അതുമല്ലെങ്കിൽ കോളേജ് കാലമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയിലിരിക്കുമ്പോൾ കോളേജ് ജീവിതത്തിന് 4 വർഷക്കാലം എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയത് എന്ന് നിങ്ങൾക്ക് തോന്നാം. ഹാർട്ട് അറ്റാക്ക് വന്ന് നിങ്ങളുടെ മടിയിൽ കിടന്ന് പിടയ്ക്കുന്ന അച്ഛനെയും ആംബുലൻസിൽ കയറ്റി, അല്ലെങ്കിൽ നേരം തെറ്റി പ്രസവവേദന വന്ന സ്വന്തം ഭാര്യയെ നിങ്ങളുടെ തന്നെ കാറിൽ കയറ്റി അടുത്തുള്ള ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലേക്ക് പറന്നു പോകുമ്പോൾ ആ യാത്രയ്ക്കെടുത്ത 15 മിനിറ്റ് നേരം ചിലപ്പോൾ നിങ്ങൾക്ക് എത്രയോ വലുതാണെന്ന് തോന്നാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് അല്ലെങ്കിൽ പയ്യനോട് പ്രണയം അറിയിച്ച ശേഷം ഒരു മറുപടി വരാൻ വേണ്ടിയുള്ളൊരു കാത്തിരിപ്പ്. പണ്ടൊക്കെ അത് സ്വന്തം കൈപ്പട കൊണ്ട് വിലാസം എഴുതി തപാലിൽ അയച്ച ഇൻലൻഡോ അല്ലെങ്കിൽ കയ്യിൽ നേരിട്ട് കൊടുത്തൊരു പ്രണയലേഖനമോ ഒക്കെ ആവാം. അതിനുള്ള മറുപടി കിട്ടാൻ എടുക്കുന്ന സമയം എത്ര നീണ്ടതാണ് എന്ന് അത് അനുഭവിച്ചവർക്കേ അറിയൂ. അതുപോലെ ആറ്റുനോറ്റിൽ നിന്ന് ഗൾഫിൽ നിന്ന് വന്നു കിട്ടുന്ന ഭർത്താവിൻ്റെ 1 മാസത്തെ ലീവ് കണ്ണടച്ച് തുറക്കും മുമ്പ് തീർന്നുപോയി, ഒന്ന് മനസ്സറിഞ്ഞ് സ്നേഹം പങ്കുവെക്കാൻ നേരം തികഞ്ഞില്ല എന്ന പരിഭവം ഇന്നും ചെങ്കിൽ ബാക്കിയില്ലാത്ത എത്ര പ്രവാസികളുടെ ഭാര്യമാർ കാണും. ഇങ്ങനെ ഉദാഹരണങ്ങൾ എത്രയുണ്ട്. അപ്പോൾ എന്താണ് ഈ സമയം? അതിൻ്റെ ഡ്യൂറേഷൻ എന്നതിൻ്റെ അളവുകോൽ എന്താണ്? ആവശ്യമുള്ളപ്പോൾ ശരവേഗത്തിലും പെട്ടെന്ന് കഴിഞ്ഞു കിട്ടേണ്ടപ്പോൾ ഒച്ചിഴയുന്ന വേഗത്തിലും അത് നീങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള നിയോഗം വല്ലാത്തൊരു പ്രേക്ഷകർക്ക് വിട്ടുകൊണ്ട് ഈ ലക്കം ഉപസംഹരിക്കട്ടെ. മറ്റു വല്ലാത്ത കഥയുമായി ഇനി വരാം.